ഇത്രയും അപ്പോൾ എൻ്റെ ഗുരുനാഥർ ശൃംഗേരിയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നാണ്. ഇവരത്തെ ഓരോരുത്തരും മാറ്റണം. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ എന്താണ്, ഒരു സാധകൻ എന്ന് വെച്ചാൽ എന്താണ്, ഹൗ ടു പ്രൊസീഡ് വിത്ത് ദ സാധന, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവും റിലേറ്റേഴ്സിൽ അദ്ദേഹം ഹരീരവാദ്യർ കുറച്ച് പറഞ്ഞു തന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ആ ഭൂമിയിൽ ഋഷിശൃംഗർ കെട്ടിക്കാണോ, എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഫാദർ വിഭാണ്ഡകൻ. ഇവരെങ്ങനെയായിരുന്നു വെച്ചാൽ, വിഭാണ്ഡകൻ എപ്പോഴും തപസ്സിരിക്കുമ്പോൾ അവർ ചുറ്റി കംപ്ലീറ്റ് വനമാണല്ലോ, കാടാണ്. ഇവിടെ വന്യമൃഗങ്ങളൊക്കെ കാണും, മഴകളൊക്കെ വരും, ലാൻഡ് സ്ലൈഡിങ് ഒക്കെ വരും, ഇതൊക്കെ ഉള്ള സമയമാണ്. ഇത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, വന്യമൃഗങ്ങളുടെ എല്ലാം ഓർഡർ കൊടുത്തേക്കും, നിങ്ങൾ ആരും ഇവിടെ ആരും ഉപദ്രവിക്കാൻ വരരുത്, വെളിയിൽ നിന്ന് നോക്കിയാൽ ആരെങ്കിലും അകത്ത് വരുവാണെങ്കിൽ അവരൊക്കെ വരട്ടി വെട്ടിക്കണം എന്നൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഈ വിഭാണ്ഡ മഹർഷി കൊടുക്കും. രണ്ട്, ഋഷിശൃംഗരൻ തപസ് ചെയ്യാൻ നേരത്ത് പറയും, പ്രകൃതിയോട് പറയും, ഇതിൻ്റെ അകത്ത് ആരെയും അലവ് ചെയ്യരുത്, മകൻ തപസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് അങ്ങേര് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ ഇത് സാധിക്കും? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു മനസ്സിൽ പറഞ്ഞ സംശയമാണല്ലോ, ഇതെങ്ങനെ സാധിക്കും? ഇത് പ്രകൃതിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് വേറെ എങ്ങനെ, ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ നേച്ചർ, ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആനിമൽസ്, ഇതൊക്കെ പോസിബിളാണോ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഇതൊക്കെ സംഭവിച്ചതാണ്, ഇതൊക്കെ നമ്മൾ അപ്പോൾ അതൊക്കെ കറക്റ്റ്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയും ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇത് ചെയ്യാം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിനുശേഷം ഞാൻ കൂടെ എപ്പോഴൊക്കെ ശൃംഗേരി പോകുന്നു അപ്പോഴൊക്കെ ഈ വിഭാണ്ഡറിൻ്റെ ക്ഷേത്രത്തിലും പോകും, ഋഷിശൃംഗരുടെ ക്ഷേത്രത്തിലേക്ക് പോകും. കിഗ്ഗ എന്ന് പറഞ്ഞിട്ട് ഇത് മലഹാനികരേശ്വര ക്ഷേത്രം എന്ന് ഒന്നുണ്ട്. അതായത് ഋഷിശൃംഗരുടെ രൂപത്തിൽ സാക്ഷാത് ഈശ്വരൻ അതിൽ ഐക്യമായി. പരമേശ്വരൻ ഈശ്വരൻ തന്നെ ശൃംഗരുടെ സമാധിയിൽ അദ്ദേഹം ഐക്യമായി ശിവലിംഗമായിട്ട് മാറി. വിഭാണ്ഡകരുടെ കേസിൽ അദ്ദേഹം ശിവലിംഗമായിട്ട് ഐക്യമായി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കും? ഇതൊക്കെ സാധ്യമുള്ള കാര്യമാണോ എന്നല്ലേ ഒരു ചോദ്യമുണ്ടാകും. ഋഷിശൃംഗർ വിഭാണ്ഡകരൊക്കെ ഉള്ള കാലം മുതൽ രാമായണത്തിലുള്ള കാലമാണ്. പുത്രകാമേഷ്ടി യാഗം ചെയ്യാനായിട്ട് ഋഷിശൃംഗരെ ഇവിടെ കൊണ്ടുവന്ന് വൈശാലിൽ കൊണ്ടുവന്ന് ഇവിടെ യാഗം ചെയ്ത് അതിനുശേഷമാണ് രാമ ലക്ഷ്മൺ ഭരതശത്രുഘ്നൻ്റെ ജന്മവും അതും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടക്കാതെ അത് എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ അതൊക്കെ പോസിബിലിറ്റീസ് ആണ്. അന്ന് എങ്ങനെ നടന്നു? ഇന്ന് നടക്കാനുള്ള ഉദാഹരണം എന്ന് വെച്ചാൽ, ഈ കുംഭകോണത്തിൽ തിരുവിസൈ നല്ലൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. കുംഭകോണത്തിനും 10-12 കിലോമീറ്റർ തിരുവിസൈ നല്ലൂർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ശ്രീധര അയ്യാവാൾ നേടിച്ചിട്ട് ഒരു യോഗീശ്വരൻ ഉണ്ടായിരുന്നു. വലിയ ആർഭാട്ടമില്ലാത്ത ഒരു പ്രകടനം കാണിക്കാത്ത ഒരു വലിയ ഒരു തപസ്വി. അതിന് കൂടെ പ്രത്യേക യോഗീശ്വരൻ എന്ന് പറയുന്ന വാക്കുകൾ വേണ്ട, തപസ്വി എന്ന് പറയണം. അദ്ദേഹം വീട്ടിലൊരു കിണറുണ്ട്. ഒരു പ്രാവശ്യം ആ ഗ്രാമത്തെ ആൾക്കാരെല്ലാം അദ്ദേഹത്തിന് വന്ന് പറയും, സ്വാമി ഇവിടെ ഭയങ്കര വരക്ഷയാണ്, മഴയില്ല, വയലത്രയും ഭൂമിയൊക്കെ പിളർന്ന് കിടക്കുകയാണ്, കുറച്ച് പോലും വെള്ളമില്ലാതെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ സ്വാമിജിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ശ്രമിച്ച് നോക്കാം, എത്ര ദൂരം അത് സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല എന്നത്. എന്നിട്ട് ഒരു വൃശ്ചിക മാസം കർത്തവാവിൻ്റെ അന്ന് ആ കിണറിൻ്റെ അടുത്ത് പോയിട്ട് ആ ഗംഗയെക്കുറിച്ച് ഒരു ശ്ലോകം അങ്ങേര് പറയും, പ്രാർത്ഥന ശ്ലോകം ഗംഗയെടുത്ത് പറയും. കിണറ്റിൽ അടിയിൽ ഒത്തിരി വെള്ളമുണ്ട്, ഏറ്റവും താഴെ ഒത്തിരി വെള്ളം വെച്ച് ഗംഗയെ പ്രാർത്ഥന ചെയ്തിട്ട്
ഒരു ഗംഗാസ്തുതി എന്ന് പറഞ്ഞിട്ട് ഒന്നുമുണ്ട്. അത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ആവശ്യം പറയാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആവശ്യം എന്താണെന്ന് അതിന് അറിയാമല്ലോ. നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം. നമ്മൾ ഭഗവാന്റെ അടുത്ത് അമ്പലത്തിൽ പോകുന്നുണ്ട്. പോയിട്ട് എനിക്ക് നാളെ രാവിലെ ഞാൻ ഒരു 50 രൂപയ്ക്ക് ലാട്ടറി ടിക്കറ്റ് എടുക്കാൻ പോണ്, കുറച്ചെങ്കിലും പൈസ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ പോയി നിന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ ആവശ്യം അറിയാം. നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം, അതിനുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെ തരും. അത് മാത്രം പോരെ. പിന്നെ എന്തിനാ ഇത്രയും വാങ്ങിച്ചു വയ്ക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഗംഗയെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ കിണറ്റിന് അടിയിൽ നിന്നും കുപ്പളം ബബിൾസ് വരുമല്ലോ, അതൊക്കെ അങ്ങോട്ട് നേരെ കുറച്ച് വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ബബിൾസ് അതിൻ്റെ സ്ട്രെങ്ത് കൂടി കുറച്ചുകൂടി അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഏറ്റവും താഴെ വെള്ളം കുറച്ച് ആയിട്ട് പൊങ്ങി കൊണ്ട് 25 അടി പൊക്കം വന്നു വെള്ളം. കിണറ്റിൻ്റെ മീതെ ലെവലായി. പിന്നീട് ആ വെള്ളം മാത്രം വെളിയിലേക്ക് ഓവർഫ്ലോ ആവാൻ തുടങ്ങി. ഈ ഓവർഫ്ലോ ആവാൻ തുടങ്ങിയ വെള്ളം അങ്ങനെ ഒഴി ആ വയലെത്രയും മുഴുവനും ആ ഗ്രാമം മുഴുവനും ആ വെള്ളത്തിന് അടിയിൽ താഴ്ന്നു പോകുന്നുള്ള സിറ്റുവേഷൻ വന്നു. ഒരു മഹാൻ അവിടെ ആ തപസ്, നിഷ്കളങ്കമായ പ്രതീക്ഷയില്ലാതെ സ്വാർത്ഥതയില്ലാതെ ഒരു തപസ്. അപ്പം നമുക്ക് ഇതത്രയും ക്വാളിഫിക്കേഷൻ വേണം. ഈ ക്വാളിഫിക്കേഷൻ വേണം ഇതത്രയും. ഇത് വന്നപ്പോൾ ആ നാടത്രയും ഗ്രാമം അത്രയും വെള്ളം വന്നപ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ അവർക്ക് വിഷമം തുടങ്ങി. കാരണം ഗ്രാമം വെള്ളത്തിന് അടിയിലായി പോകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെള്ളത്തിന് പറയുന്നു, നീ ചെയ്ത വളരെ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ മതിയെന്ന് പറയേണ്ട തുല്യം. ശരി, ഇനി പൊക്കെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ, മതിയെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അത് വളരെ സന്തോഷം. ഇത് തന്നെ വലിയ കാര്യം പറഞ്ഞപ്പോൾ അതങ്ങനെ കുറച്ചായിട്ട് വെള്ളം കിണറിൽ താഴാൻ തുടങ്ങി. ഇന്നും വൃശ്ചിക മാസം കറുത്തവാവിന് അന്ന് ആ കിണറിന് അവിടെ പോയി കഴിഞ്ഞാൽ ആ കൊപ്പളം ബബിൾസ് ഇപ്പോഴും ആ കിണറ്റിൽ വരും. അന്നേ ദിവസം ഇവർ ഒരു ഉത്സവമായിട്ടുണ്ടെങ്കിൽ തിരുവയ്യവാളുടെ ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഗംഗയിൽ നിന്ന് കിണറ്റ് വെള്ളം കോരിയെടുത്ത് വാട്ടർ സ്പ്രേ ഉണ്ടല്ലോ അതിൽ ഫില്ല് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് സ്പ്രേ ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കും. ആക്ച്വലി ഗംഗാ വെള്ളം അവിടെ വന്ന് അനുഗ്രഹിക്കുന്നത് പോലെ ദേ ഡു ലൈക്ക് ദാറ്റ്. അങ്ങനെ ഇപ്പം ചെയ്യാറുണ്ട്. ഈ സ്വാമികൾ ഒരു ദിവസം അങ്ങനെ തപസ് ചെയ്തിരിക്കുമ്പോൾ ഒരു 8 വയസ്സ് 9 വയസ്സിലൊരു കൊച്ചു, പണ്ട് ഈ ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്ക് ബാല്യവിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാല്യവിവാഹം എങ്ങനെ വെച്ചാൽ അതിൽ 2 വഴിയുണ്ട്. ഒന്ന്, കന്യാദാനം എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ച് മെച്യൂറാകും മുമ്പേ ഒരു പയ്യനെ സെലക്ട് ചെയ്ത് ആ കൊച്ചിന് കന്യാദാനം കൊടുക്കും. ഇപ്പോൾ 30 വയസ്സിൽ കൊടുക്കുന്നുണ്ട്. കന്യാദാനം കൊടുത്തിട്ടാണ് ആ വിവാഹം ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെയല്ല. ആ കന്യക എന്നുള്ളത് കന്യകയായിട്ട് ഇരിക്കുന്ന സമയം. ഇപ്പോൾ 30 വയസ്സെന്നുള്ളത് ഒരു പ്രായമല്ലല്ലോ. ഒരു അമ്മൂമ്മയുടെ പ്രായം തുടങ്ങിയ പ്രായത്തിലാണ് കന്യാദാനം പറയുന്നത്. അതിൽ ഒരു സാങ്ക്ടിറ്റി ഇല്ല. അപ്പോൾ 8 വയസ്സ് 9 ആകുമ്പോൾ ഈ കൊച്ചിനെ നല്ല പണ്ഡിതനായിട്ടുള്ളൊരു കൊച്ചിന് വേണ്ടി ഫ്യൂച്ചറൊക്കെ നോക്കിയിട്ട് ആ പയ്യനെ കന്യാദാനം കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ കയ്യും ആ പയ്യനെ വെച്ച് ജലം കൊണ്ട് കന്യാദാനമുള്ള ജലരൂപേണ കൊടുക്കുന്നതാണ് വളരെ വിശേഷം. അപ്പോൾ കൊടുത്തിട്ട് ഈ കൊച്ചി പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും. അത് മെച്യൂർ ആകുന്നവരുടെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും. അതിന് ശേഷമാണ് ഇവർ നല്ല ദിവസം നോക്കി അവരുടെ വീട്ടിൽ വിവാഹമായിട്ട് അയക്കണത്. ദാനങ്ങളൊക്കെ കൊടുത്ത് അയക്കുന്നത് ലേറ്റർ. സപ്തപതി അഗ്നിഹോത്രമൊക്കെ ചെയ്തു വരുന്നതൊക്കെ തരും. സപ്തപതി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ. ഈ വിവാഹം കഴിഞ്ഞ് അഗ്നിയെ 7 അടി പ്രദക്ഷിണം വെക്കണം. 7 അടിക്കും ഓരോ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാൻ ആ കൊച്ചിനെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുള്ള ഓരോ പ്രോമിസാണ്. അത് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ലോർഡ് അഗ്നി. നമ്മൾ ഈ രജിസ്റ്റർ ഓഫ് പോയി സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ സാക്ഷിക്ക് അതുപോലെ അഗ്നിക്ക് മുമ്പേ തന്നെ നമ്മൾ റൈറ്റിംഗ് ഒന്നുമല്ലോ. ഫെയ്ത്താണ് നമ്മുടെ എല്ലാം. അപ്പോൾ അവിടെ വെച്ച്
ഈ അഗ്നി പ്രദക്ഷിണം 3 പ്രദക്ഷിണം 7 അടി പ്രദക്ഷിണം വെച്ചിട്ട് പ്രോമിസൊക്കെ കൊടുത്താണ് അവർ സ്വീകാരം ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഒരു ചോദ്യം വന്ന് പറഞ്ഞു, സ്വാമിജി എന്താ സന്യാസം എടുക്കാത്തത് എന്ന് ചോദിക്കും. ഞാനും ഈ സപ്തപതി കഴിഞ്ഞ് എൻ്റെ വൈഫിന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ അന്തിമകാലം വരെ ഞാൻ സംരക്ഷണം ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ട്. ഈ വാക്ക് ഞാൻ തെറ്റിച്ചും കൊണ്ട് ഒരു സന്യാസം പോകാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇൻഫാക്ട് 3-4 പ്രാവശ്യം ചാൻസ് കിട്ടിയതാണ്, പിന്നെ ഞാനത് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കാരണം ഇത്. പിന്നെ അതേ സമയത്തിൽ ഈ സന്യാസം എൻ്റെ വൈഫിൻ്റെ പൂർണ്ണ മനസ്സോടുകൂടെ എനിക്ക് സന്യാസം കിട്ടുവാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 എക്സാമ്പിൾ പറയാം. റീസെൻ്റായിട്ട് നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രഹ്മശ്രീ നൊച്ചൂർ വെങ്കട്ടരാമ സ്വാമികൾ അദ്ദേഹം സന്യാസം സ്വീകാരം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പൂർണ്ണ സമ്മതം കൊടുത്തിരുന്നു. ഇനി നിങ്ങളുടെ ജീവിതം സന്യാസ ജീവിതം തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു എക്സ്പെക്റ്റേഷനും ഒന്നുമില്ലാതെ ആയിക്കോട്ടെ. പൂർണ്ണ സമ്മതം ആരോട് കൊടുത്തു? ഏത് സ്വാമി സന്യാസിയാണോ ഇദ്ദേഹത്തിന് സന്യാസ സ്വീകാരം കൊടുക്കാൻ നോക്കിയോ അദ്ദേഹം നേരിട്ട് ചെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സന്യാസം കൊടുത്തത്. അതുപോലെ എനിക്ക് സാധിക്കും എൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ. പക്ഷെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ വിധി ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയണമെന്ന് വെച്ചാൽ സന്യാസ സ്വീകാരം എന്നുള്ളത് പൂർണ്ണ മനസ്സോടെ കിട്ടണം എന്നുള്ളതും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിവാഹം ചെയ്ത് കൊടുത്ത് മറുപടി അവരുടെ കാര്യങ്ങളും ബാക്കിയെല്ലാം നടക്കും. ഈ സമയത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു തോന്നലുണ്ട്. ചെങ്കോട്ടയിൽ ഒരു ഭാര്യ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കഷ്ടകാലം കൊണ്ട് ഫിക്സ് ചെയ്ത ആ പയ്യൻ മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ ബ്രാഹ്മിൻസിൻ്റെ ലെവലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ആ സ്ത്രീ വളർന്നായാലും കൊച്ചായാലും അവർ ഒരു മുറിക്കകത്ത് തന്നെ താമസിക്കാൻ പറയും, പുറത്തേക്ക് വിടില്ല. അത് അവരുടെ കീഴ്വഴക്കമായിരുന്നു. ഇപ്പോഴല്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഈ വിടുമെന്ന് പറയുമ്പോൾ പബ്ലിക് ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ബാല്യ പയ്യന്മാരെ കണ്ട് സ്നേഹം തോന്നിപ്പോയാൽ ഏത് രീതിയിലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതകൾ ഉണ്ട്. അതാണ് അവരുടെ മെയിൻ എയിം. അപ്പോൾ അങ്ങനെ തെറ്റുകൾ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ കൊച്ചിനെ പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ല. ആക്ച്വലി നോക്കാൻ പോയാൽ അത് ഒരു ടൈപ്പ് ഓഫ് ടോർച്ചറിങ് ആണ്. കാരണം അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും, കാരണം ആ കൊച്ച് എന്ത് തെറ്റ് ചെയ്തു, മുൻ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ പരിണാമമോ അതിൻ്റെ റിസൾട്ടായിരിക്കും അങ്ങനെ ഭാര്യ ഇതായിട്ട് ഇവിടെ ആയത്. അതിനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു മുറിക്കകത്തിരിക്കുക, പബ്ലിക്കുമായിട്ട് കാണാതിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഇത് ആസ് ഗുഡ് ആസ് എ ടോർച്ചറിങ് ആണ്. പക്ഷെ ശാസ്ത്രം പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഇതങ്ങനെയാണ്. അപ്പോൾ ഈ കൊച്ച് എന്ത് ചെയ്തു? അത് ആ മുറിക്കകത്ത് ഇരുന്നിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, വേറെ ഒന്നും ചെയ്യണ്ട, നീ ഇങ്ങനെ രാമ രാമ രാമാൻ ജപിച്ചുകൊണ്ടിരിക്കും, അത് മാത്രം മതി. ഈ രാമമന്ത്രം, രാമതാരക മന്ത്രം എന്ന് പറയും, അതിന് മോസ്റ്റ് പവർഫുള്ളാണ്. രാമതാരക മന്ത്രം മോസ്റ്റ് പവർഫുൾ മന്ത്രം. നീ അത് വെച്ച് ജപിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടോ നേട്ടം. ഒരു കാര്യം മനസ്സിലാക്കിയോ, നിൻ്റെ ജന്മം വിവാഹ ജീവിതം ഉള്ളത് ഇപ്പോൾ അവസാനിച്ച് കഴിഞ്ഞു. ഇനി നിനക്ക് വേണ്ടത് ആത്മസാക്ഷാത്കാരമാണ്. അതിനുവേണ്ടി നീ പ്രയത്നിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം ആ കുട്ടിക്ക് കിട്ടും. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? ഷി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അത് പരിപൂർണമായിട്ട് വിശ്വസിച്ചും കൊണ്ട് രാമമന്ത്രം താരകമന്ത്രം ചൊല്ലാൻ തുടങ്ങും. ആളുകൾക്ക് ഇത് പബ്ലിസിറ്റി അഡ്വർടൈസ്മെൻ്റ് അല്ല. രാമതാരക മന്ത്രം എത്ര ദൂരം പവർഫുൾ ആകുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. പറ്റുമെങ്കിൽ ഒരു ദിവസം ഒരു 108 പ്രാവശ്യമെങ്കിലും ശ്രീരാം ജയറാം ജയ ജയറാം എന്ന് ജപിക്കണം. വീട്ടിൽ എല്ലാവരും ജപിക്കണം. ഇതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേണ്ടിയുള്ള പബ്ലിസിറ്റി അല്ല കേട്ടോ, ജനറലായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അതിനോട് എക്സാമ്പിൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കുട്ടി ജപിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ കുട്ടി ജപിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഈ ശബ്ദം കാറ്റിൽ കൂടി അങ്ങനെ പോയിട്ട് ഈ ശ്രീധര അയ്യവാളുടെ ചെവിയിലെത്തുന്നുണ്ട്. ഈ കുട്ടി ഇരിക്കുന്നത് ചെങ്കോട്ടയിൽ,
ശ്രീധര അയ്യവാൾ ഇരിക്കുന്നത് തിരുവിസൈനല്ലൂരിൽ, ഏകദേശം ഒരു 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 300 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഈ ശബ്ദം ഹൗ ഇറ്റ് റീച്ചസ് ദ പർട്ടിക്കുലർ ജ്ഞാനി, അദ്ദേഹത്തിന് ഇത് കേൾക്കാൻ കാരണം എന്ത്? ചോദ്യം ഒരിക്കൽ കൂടി നല്ലവണ്ണം റീവൈൻഡ് ചെയ്ത് നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല, റീവൈൻഡ് ചെയ്ത് കേൾക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് പറഞ്ഞത്? അപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രീധര അയ്യവാളിന് ഈ കൊച്ചിനെ കാണണം, ആ കൊച്ചിന് ജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള സമയമായി. എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ തയ്യാറായിട്ട് ഇരുന്നാൽ മതി, ഗുരു നമ്മളെ അന്വേഷിച്ച് വരും. എൻ്റെ വാക്ക് 100% കറക്റ്റാണ്. ഇഫ് യു ഹാവ് ദ ഫെയ്ത്ത് ഇൻ മൈ വേർഡ് ട്രസ്റ്റ് മീ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കാം. എൻ്റെ വാക്കത് ഗുരു നമ്മളെ അന്വേഷിച്ച് വരും. അഹങ്കാരം കൊണ്ടല്ല പറയുന്നത്, നമ്മുടെ താപം കൊണ്ട്, നമ്മുടെ ആത്മാർത്ഥത കൊണ്ടും, നമ്മുടെ നിഷ്കളങ്കത കൊണ്ടും ഗുരു നമ്മളെ അന്വേഷിച്ച് വന്നിട്ട് കൈതൂക്കി തരും. ഒരു എക്സാമ്പിൾ ഞാൻ അന്ന് പറഞ്ഞു, ശ്രീ വെങ്കടാചല അയ്യവാൾ ഞാൻ ഇറങ്ങണ മുടി റൂമിൻ്റെ താഴെ വന്ന് നിന്ന് എനിക്ക് ദർശനം തന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ. സെക്കൻഡ്, സ്വാമിരാമ അതേ എന്നെ വിളിച്ചു വരുത്തി എനിക്ക് അവിടെ ദർശനം തന്നു. മൂന്നാമത്തേത് ശൃംഗേരി നരസിംഹഭാരതി സ്വാമികൾ വേറെ ഒരു ശരീരത്തിൽ ഇരുന്നും കൊണ്ട് ദർശനം തന്നു. ഇതൊക്കെ പാതുന്ന് വെച്ചാൽ 100% പാതു അനുഭവിച്ചത് ഞാനാണ്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് മീ. അപ്പോൾ ശ്രീധര അയ്യവാൾ എന്ത് ചെയ്തു? ഈ കൊച്ചിൻ്റെ കേട്ടപ്പോൾ ആ കൊച്ചിനെ കാണാൻ പോകണം. ഇറങ്ങി ചേച്ചിനെ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു സ്ഥലം വരെ പോകുന്നുണ്ടെന്ന് പറയും. അദ്ദേഹം പിന്നെ പോയത് എങ്ങനെ? ആ സൗണ്ട് എവിടെയൊക്കെ വരുന്നുണ്ടോ, ആ സൗണ്ട് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. വില്വമംഗലം സ്വാമികൾ അനന്തങ്കാട് എവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അന്വേഷിച്ച് പോയി. കൃഷ്ണൻ എന്തു പറഞ്ഞു? ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നീ അനന്തങ്കാട്ടിലേക്ക് വാന്ന് പറയും. ഈ അനന്തങ്കാട് എവിടെ ഇരിക്കണം? ഈ കേരള രാജ്യത്തിൽ ഈ അനന്തങ്കാടിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ഒരു ഒരു മദർ ആ കൊച്ചിനെ ഊണഴിക്കാൻ വരാമെന്നോ കുളിക്കാൻ വരാമോ വഴക്ക് പറഞ്ഞു പറയും. ഇനി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നോക്കിയാൽ നിന്നെ അനന്തങ്കാട്ടിൽ കൊണ്ട് വിടുന്നു പറയും. അപ്പോഴാണ് വില്വമംഗലം അതുവരെ പോയി സ്വാമികളുടെ ചെവി കേൾക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ കാണണം, ഈ സ്ത്രീയെ കാണണം പറഞ്ഞിട്ട് വരും. ഈ അനന്തങ്കാട് എവിടെയാണ് ഇരിക്കണം ചെയ്യുക, നിങ്ങൾ എവിടെ ഇരിക്കണം ഇത് തന്നെ അനന്തങ്കാടെന്ന് പറയും. അതുപോലെ ശ്രീധര അയ്യവാൾ ആ സൗണ്ടിൻ്റെ ഇത് ഡയറക്ഷൻ നേരെ പോയി ഈ ചെങ്കോട്ടയിൽ ആ ഗ്രാമത്തിൽ ആ കുഞ്ഞിൻ്റെ വീട്ടിൻ്റെ നടയിൽ വന്നപ്പോൾ അങ്ങനെ ഒരടി അങ്ങോട്ട് മുമ്പോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കണം ആ പവർ, ആ രാമമന്ദിരത്തിൻ്റെ പവർ എന്താണെന്ന് നോക്കാൻ. ആ കൊച്ചിൻ്റെ വീട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയെല്ലാം അവിടെ നിന്നുപോയി. ഒരടി മുമ്പോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. വീട്ടിൻ്റെ ആ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കണം. ആ പൂട്ടിൻ്റെ ഹോൾ ഉണ്ടല്ലോ, ദ്വാരത്തിൻ്റെ കൂടെ ആ രാമമന്ത്രം പുറത്തേക്ക് വന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കണം. ഇപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കൊച്ചിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം കൂടെ ശ്രീധര അയ്യവാൾ വന്നിരിക്കുന്ന ഭക്തന്മാർക്ക് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടും ഇവിടെ രാമമന്ത്രം ആര് ജപിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ അച്ഛനമ്മയൊക്കെ അവിടെ ഇരിക്കണം. പണ്ട് വെച്ചാൽ ഇവിടെ ആയാൽ ആ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കും, ആ മരുമകൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കില്ല. പിന്നെ അവർക്ക് ആ കൊച്ചിനും ബാധയില്ലാത്ത അതൊക്കെ ഒരു കില്ലിങ്ങാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അന്ന് ചെയ്തു. അന്നത്തെ എന്താണെന്നുള്ള ആർക്കറിയാം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ സ്വാമികൾ പറയുന്ന ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരാൻ പറയും. വന്നപ്പോൾ അവിടെ തന്നെ ഇരുത്തി ആ കൊച്ചിൻ്റെ ചെവിയിൽ ഒരു മന്ത്രോപദേശം കൊടുക്കുന്നത്. ഇനി നിൻ്റെ ജീവിതം ഇതാണ്, ഒരു ജ്ഞാനത്തിൻ്റെ ഒരു മന്ത്രോപദേശം കൊടുക്കും. ലേറ്ററാണ് ആ കൊച്ചിൻ്റെ പേര് ആവുടയേക്കാൾ എന്ന് പറഞ്ഞിട്ട് മാറും. ആവുടയേക്കാളിൻ്റെ ഒരേ ഒരു ഗ്രന്ഥം പാട്ട്, ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങൾ ആരെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലും വിശേഷമായി ബ്രഹ്മശ്രീ നൊച്ചൂർ വെങ്കട്ടരാമൻ അദ്ദേഹം ഈ അമ്മയെക്കുറിച്ച് നല്ലൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ ലെക്ചർ ഒന്ന് കേൾക്കുക. ആ യൂട്യൂബിൽ എന്തോ വന്നിരിക്കണം തോന്നുന്നത് നിങ്ങളത് കേൾക്കണം. അപ്പോഴാണ് ഈ സ്ത്രീ, ഏത് സ്ത്രീക്കും ജ്ഞാനിയായിട്ട് മാറാൻ പറ്റും. പക്ഷേ
ഏത് സ്ത്രീക്കും സന്യാസിയായിട്ട് ആവാനായിട്ട് വെദർ ഇറ്റ് ഈസ് പെർമിറ്റഡ് ഓർ നോട്ട്, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. ആൻസർ നോക്കാം. അപ്പോൾ ശ്രീധര അയ്യവാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൊച്ചിന് ജ്ഞാനോപദേശം കൊടുത്തതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് അങ്ങേരെ തിരുവിസൈ നെഹ്റുവിൽ പോകും. ആഫ്റ്റർ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പല സംഭവങ്ങളും നടക്കുന്നു. ഈ തിരുവിസൈ നെഹ്റുവിൻ്റെ ശ്രീധര അയ്യവാളും ബോധേന്ദ്രാളും സദാശിവ ബ്രഹ്മേന്ദ്രാളും ഒരേ സമകാലത്തിൽ ജീവിച്ചവരാണ്. അതിൽ വിശേഷമായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, സദാശിവ ബ്രഹ്മേന്ദ്രാൾക്ക് ബോഡി കോൺഷ്യസ് എന്നുള്ളത് ഇല്ലാത്ത ഒരാളാണ്. എപ്പോഴും ടോട്ടലി ഈ ആൾവേസ് ലൂസ് ഹിസ് ബോഡി കോൺഷ്യസ്. അദ്ദേഹം ഇത് ബ്രഹ്മമായിട്ട് മാറിയത് തന്നെ ഒരു വിചിത്രമായ ഒരു കാര്യം. ഇത് അന്നത്തെ കാലത്തിൽ ലേൺഡ് സ്കോളറായിരുന്നു ഈ സദാശിവേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ. ബ്രഹ്മേന്ദ്രൻ പിന്നെ ടൈറ്റിൽ നെയിമായിട്ട് വന്നതാണ്. സദാശിവേന്ദ്രൻ രാമകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒറിജിനൽ നെയിം രാമകൃഷ്ണൻ. സദാശിവേന്ദ്രൻ നാമധേയം പട്ടം കൊടുത്തതാണ്. മൈസൂർ ആസ്ഥാനത്തിൽ പരമ വിദ്വാനായിട്ട് ഇരുന്ന ഒരാളാണ്. അപ്പം അന്ന് ഈ ബ്രാഹ്മിൻസൊക്കെ എന്ന് വെച്ചാൽ വേദ അധ്യയനം ചെയ്തവരൊക്കെ മഹാരാജയുടെ പാലസിൽ പോയിട്ട് രാജാവോട് മുമ്പേ ഈ വേദത്തിൻ്റെ പഠിച്ചതൊക്കെ ഒരു പോർഷനൊക്കെ അവർ ചൊല്ലിക്കൊടുക്കും, കേൾക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ മഹാരാജ എന്ത് ചെയ്യും? ആ സന്തോഷത്തിൽ ഇവർക്ക് സ്വർണ്ണമും നാണയമും ബാക്കി കുറേ കാര്യങ്ങൾ ഇവർ ജീവിക്കാനുള്ള വകകളൊക്കെ സ്ഥലമും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് അന്നും നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ കുറേ ബ്രാഹ്മണന്മാരെല്ലാം അവിടെ പോയി ഇതൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവരുടെ കഷ്ടകാലത്തിനോ ബ്രഹ്മേന്ദ്രയുടെ നല്ല കാലത്തിനോ ഇദ്ദേഹം അവിടെ ആസ്ഥാന വിദ്വാനായിട്ട് ഇരിക്കുന്ന സമയം. അപ്പോൾ ഇരിക്കുമ്പോൾ ഇവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ പറയണേ, ഇത് നിങ്ങളിത് പറയണതും പഠിച്ചതും പോരാ, അപ്പോൾ കുറച്ചുകൂടി ഇതൊക്കെ തരവാക്കിയിട്ട് നിങ്ങൾ വരണം, നിങ്ങൾക്ക് എല്ലാം കിട്ടും, മഹാരാജ എല്ലാം തയ്യാറായിട്ട് ഇരിക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ പ്രസൻറ്റേഷൻ അത്ര പോരാ, കുറച്ചുകൂടി മേക്ക് ഇറ്റ് ശരിയായിട്ട് വന്നിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്നവർക്ക് ഈ സദാശിവേന്ദ്രൻ തിരിച്ചയക്കും. അപ്പോൾ തിരിച്ചയച്ചപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം കാരണം കൊണ്ട് അവരെന്ത് ചെയ്യും? സദാശിവേന്ദ്രൻ്റെ ഗുരു പരമശിവേന്ദ്രൻ, അവർ ഈ കാഞ്ചി പരമ്പരയിൽ വന്ന ഒരു സന്യാസിയാണ്, യതിയാണ്. കാഞ്ചി മഠം വേറെയാണ്, ശൃംഗേരി മഠം വേറെയാണ്. കാഞ്ചി മഠത്തിൽ കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ഒരു ശങ്കരാചാര്യായിട്ട് ഇരുന്നവരാണ് ഈ പരമശിവേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ സദാശിവേന്ദ്രൻ. ശിവരാമകൃഷ്ണനുള്ള പേര് ഇത് ശിഷ്യൻ ആയതിനു ശേഷം സദാശിവേന്ദ്രൻ എന്നുള്ള നാമധേയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഗുരുവോട് ചെന്ന് കംപ്ലൈൻറ്റ് പറയും. കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയും, നീ ആ രാമകൃഷ്ണൻ വരാൻ പറയും, നിങ്ങോട്ട് വരാൻ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും, പൊതുവേ ആളുകൾക്ക് പ്രദൂഷണം പറയണത് ഭയങ്കര എക്സ്പേർട്ടാണല്ലോ. അപ്പോൾ ഇവരും എന്ത് ചെയ്യും? ഈ സദാശിവേന്ദ്രൻ ചെന്ന് പറയും, നിങ്ങളുടെ ഗുരു നിങ്ങളുടെ മുഖദർശനത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയും. ഈ വാക്ക് പ്രസൻറ്റേഷൻ നോക്കിയോളൂ, നിങ്ങളുടെ ഗുരു ശിഷ്യൻ്റെ മുഖദർശനത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയും. പറയാൻ പാടില്ലാത്ത ഒരു വാക്കാണ്. അപ്പോൾ ഗുരുവോട് ചെന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ സദാശിവനെ പറയുമ്പോൾ അങ്ങനെ പറയും, അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ലല്ലോ എന്ന്. ഞങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ മാറിയിരുന്നു. പിന്നീട് കരഞ്ഞുകൊണ്ട് ഗുരുവോട് ചോദിക്കും, അന്വേഷിച്ച് പോകും, എന്താ ഗുരു നിങ്ങൾ എന്നെ കാത്തിരിക്കണമെന്ന് പറയണമല്ലോ, ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ നേരെ വരുമായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ഗുരു പറയും, നീ നിൻ്റെ വായം കൊണ്ട് മിണ്ടാതിരുന്നോടെ, ഇങ്ങനെ ഇരിക്കാൻ പറ്റൂലേ? ഇത്രയേ ഉള്ളൂ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഗുരു, ഇന്ന് തൊട്ട് ഞാൻ മൗനനാണ് എന്ന് പറയും. അന്ന് തൊട്ട് അദ്ദേഹം മൗനമായിരിക്കും, ഒരു കാര്യം മിണ്ടൂല.
എന്തെങ്കിലും ആരെങ്കിലും അത്യാവശ്യം വന്ന് ചോദിച്ചാൽ ഈ കാവേരി നദിയിലുള്ള മണൽ എഴുതി കാണിക്കും, മിണ്ടില്ല. അങ്ങനെയാണ് അങ്ങേര് സദാശിവ ബ്രഹ്മമായിട്ട് മാറിയത്. ബ്രഹ്മേന്ദ്രന് ടൈറ്റിലില്ല, സദാശിവ ബ്രഹ്മം ഒരു നാമധേയത്തിൽ വന്നു. അദ്ദേഹം നിറയെ മിറാക്കിളൊക്കെ ചെയ്തിട്ടുണ്ട്, കൊച്ചു പിള്ളേർക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്തിൽ സമാധിയിൽ 3 സ്ഥലത്തിൽ അങ്ങനെ സമാധിയായി. ഇടയ്ക്ക് പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു സമാധി സ്ഥൂല ശരീരം സമാധിയാണ് നെരൂരിലിരിക്കുന്നത്, ഫിസിക്കൽ ബോഡി ആയിട്ടുള്ളത്. സൂക്ഷ്മ ശരീരമുള്ള സമാധി മധുരയെടുത്ത് മാനാമധുരൈ എന്നുള്ള ഒരു സ്ഥലത്തിലുണ്ട്. കാരണ ശരീരമായിട്ടുള്ള സമാധി എന്നുള്ളത് ഇപ്പോൾ പാകിസ്ഥാനുള്ള കറാച്ചിയിലിരിക്കണം. കറാച്ചിയിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർക്ക് അവിടെ പോയി അവിടെ സമാധിയൊക്കെ കണ്ടവരൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരേ സമയത്തിൽ 3 സ്ഥലത്തിൽ സമാധിയായിട്ടാണ്. ആകാൻ പറ്റുമോ ചോദിച്ചാൽ സ്ഥൂല ശരീരം നമുക്കുണ്ട്, സൂക്ഷ്മ ശരീരം നമുക്കുണ്ട്, കാരണ ശരീരം നമുക്കുണ്ട്. ഈ 3 ശരീരം കൂടിയാൽ മാത്രമേ ഈ വ്യവഹാര ലോകത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 ശരീരവും എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ഇതൊരു വൈഡ് സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഇപ്പോൾ സംസാരിച്ച ഒരു സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റില്ല. സോ ലെറ്റ് മീ മേക്ക് എ ഫുൾ സ്റ്റോപ്പ് ഫോർ ദിസ് വൺ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വിൽ ഗോ ഫർദർ ടു ദ വിട്ടയം. അപ്പോൾ സദാശിവ ബ്രഹ്മേന്ദ്രൻ എന്ത് ചെയ്തു? മൗനിയായിട്ടായിപ്പോയി. ആയിപ്പോയിട്ട് ഇങ്ങനെ സഞ്ചാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇനി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കിടക്കണം തോന്നുമ്പോൾ നടുവായക്കാരിൽ എവിടെയെങ്കിലും കിടക്കണത്തെ ഈ തലയണയപ്പുറം നമുക്ക് ഭഗവാൻ ദൈവം തന്നിരിക്കണം നോക്കിയല്ലേ. തലയണയില്ലെങ്കിൽ ഈ കൈ വെച്ച് നമ്മളിങ്ങനെ കിടക്കും അല്ലേ, സർവ സ്വാഭാവികമാണ്. അതിനും ഇത് പ്രയോജനമായിട്ടിരിക്കണം. നമ്മൾ ഓരോ പാർട്ടും നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രയോജനമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് കിടന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഈ വയക്കാട്ടിൽ നാത്ത് നടാനും വയലിറക്കാനും സ്ത്രീകളൊക്കെ പോകുമ്പോൾ പറയും, കണ്ട മുനി എന്ന് പറയണം, എല്ലാം തുറന്നു എന്ന് പറയണം, തലയാണിയില്ലാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ കൈയെടുക്കും. അപ്പോൾ ഇന്ന് തൊട്ട് ഈ ഉറക്കം പോയി. നമ്മളെ കെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ. അപ്പോൾ തലയണം പോയി നേര്, തലയില്ലാതെ പോയി. അപ്പോൾ പറയും, നമ്മൾ പറഞ്ഞാൽ കേൾക്കണം നിർബന്ധമുണ്ടോ എന്ന് പറയും ഈ സ്ത്രീകൾ. നമ്മൾ പറഞ്ഞാൽ ഉടനെ തന്നെ കേൾക്കണമുണ്ടോ? അപ്പോൾ ഇദ്ദേഹം ആരാണ്? അപ്പോൾ ഇപ്പോൾ ശരീരബോധം മാറിയിട്ടില്ലല്ലോ, അതേ സ്ത്രീകളാണ് പറയണത്. അപ്പോഴാണ് ഇങ്ങനെ മനസ്സിലാകും. നേരത്തെ അവർ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ പറയണത് ഇങ്ങനെ പറയണം. അപ്പോൾ ഈ രണ്ടിനും ഞാൻ ചെവി കൊടുക്കണോ? അപ്പോൾ ഇത് രണ്ടും സംഭവിക്കും, ഇത് രണ്ടും സംഭവിക്കും അല്ലേ? അപ്പോൾ ഈ 2 സംഭവത്തിൽ നിന്നും പുറത്തേക്ക് ഞാൻ എങ്ങനെ വരണം അല്ലേ? ഈ 2 സംഭവം എന്ന് വെച്ചാൽ 2 വർത്തമാനം. ഒന്നും കൈവച്ചപ്പോൾ അങ്ങേര് നല്ല സുഖം നിദ്ര വേണം, അതുകൊണ്ടേ തലയണയില്ലെങ്കിലും കൈവച്ച് ഉറങ്ങണമെന്ന് പറയണം. മറ്റേ നമ്മൾ പറഞ്ഞാൽ കേൾക്കണം നിർബന്ധം വല്ലതും ഉണ്ടോ? അങ്ങേരെ പാട്ടിൽ ഇരുന്നാൽ പോലെ ചോദിക്കുമ്പോൾ അടുത്ത കമൻ്റ് ആകുമ്പോൾ ആർക്കായാലും ഒരു വട്ട് പിടിക്കും. പക്ഷേ അതല്ല എൻ്റെ സത്യം. അപ്പോഴും മനസ്സിലാക്കി ഈ 2നും ഉൾപ്പെടാത്ത ഒരു ജീവിതം എവിടെ ഉണ്ട്, അവിടെ അല്ലേ ഞാൻ അവിടെ സഞ്ചരിക്കണം അല്ലേ? ഈ 2നും ഉൾക്കൊള്ളാത്ത ഒരു ജീവിതമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു? ബോഡി കാണിച്ച് ശരീരബോധം വിടാൻ തുടങ്ങി. ശരീരബോധം വിടാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇന്ദ്രിയ നിഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. അതേ ഒന്നും കാണില്ല, ഒന്നും കേൾക്കില്ല. ഇന്ദ്രിയമൊക്കെ പ്രവർത്തിക്കണത് അവിടെ നിൽക്കാൻ തുടങ്ങാനുണ്ട്, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ വന്ന് എന്ത് ചെയ്യും? കാവേരി നദീതീരത്ത് ഒരു സ്ഥലത്ത് ചെറിയ ഒരു കുഴിയെടുത്ത് അങ്ങനെ അതിനകത്തിരിക്കും. അങ്ങനെ ഇരുന്ന് അങ്ങനെ സമാധിയിൽ പോയി ബോഡി കോൺഷ്യസ് ഇല്ലാത്തൊരു അവസ്ഥയിൽ നേരെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്ന് കാവേരി നദി ഓവർഫ്ലോ ആയി നേരെ ബോഡി അത്രയും ആ ചെളിയുടെ അകത്തും പോന്ന് ഏറ്റവും അടിയിലായി പോകും. ഏറ്റവും അടിയിൽ പോയി. എത്ര ദൂരം അടിയിൽ പോയെന്ന് നമുക്കറിയില്ല, പോയി കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ കുറേ ദിവസം കൊണ്ട് അവിടെ അപ്പോഴും ഈ മണൽ മാഫിയ ഉണ്ടല്ലോ,
അത് മാഫിയ അല്ല. കാരണം ഈ വെള്ളത്തിന് അടിയിലൊക്കെ മണ്ണൊക്കെ എടുത്താൽ വെള്ളത്തിന് പോക്ക് കറക്റ്റായിട്ട് വരും. വെള്ളം ഓവർഫ്ലോ വന്നാലും ഗ്രാമത്തിലേക്ക് വരത്തില്ല. നല്ല ഉദ്ദേശമാണ്. ഇപ്പോൾ ഉള്ളത് മറ്റേ എടുത്ത് കച്ചവടം അടിക്കുന്നതല്ല. ഇത് നല്ല ഉദ്ദേശം എന്ത് ചെയ്യും, അതിനെ ആ മണലൊക്കെ എടുത്ത് വിരയിൽ വെച്ചിട്ട് അവിടെ ഒരു ബണ്ട് പോലെ കെട്ടുമ്പോൾ ഈ വെള്ളം അത്രയും അതിൻ്റെ അകത്ത് പോകുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെ മണ്ണൊക്കെ എടുക്കുമ്പോൾ ഒരു സ്ഥലപ്പോൾ ഡങ്ങനെ സൗണ്ട് കേൾക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു രക്തത്തിൻ്റെ ഒരു കര ചുവപ്പായിട്ട് അങ്ങോട്ട് കയറി വരും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, സകലം പേടിക്കും. ഇവിടെ എന്തോ ഒരു വെള്ളം കൊണ്ട് നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഒരു കളിമൺ ചെയ്തുള്ള ഒരു പ്രതിമ അതിൻ്റെ അടിയിൽ കിടക്കണം. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ അതൊരു ഫിസിക്കൽ ബാഡിയെന്ന് തോന്നും. വെള്ളത്തിന് അടിയിൽ കിടക്കണം. തൂക്കി എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കും. വെച്ചിട്ട് അവിടെ ഗ്രാമത്തിലുള്ളവർ പറയും, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു സാധനം വെളിയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അവർ ഓടിക്കളയും. ഈ സമയത്താണ് ഈ തിരുവിസൈനല്ലൂർ അയ്യാവാളും ഈ ബോധേന്ദ്രയാൾ അതുവഴി നടന്നു വന്നപ്പോൾ നാട്ടുകാരൊക്കെ ചെന്ന് പറയും, സ്വാമി ഇങ്ങനൊരു സാധനമുണ്ട്, എന്താണെന്ന് നോക്കണമെന്ന് പറയും. അങ്ങേര് നോക്കി എന്ത് ചെയ്യും, വെള്ളം കൊണ്ട് ഈ കണ്ണൊക്കെ നോക്കി മാറ്റിയെടുക്കുമ്പോൾ ശ്രീധര അയ്യാൾ തോന്നും ഇത് സദാശിവ ബ്രഹ്മേന്ദ്രയാണ്. കാരണം അദ്ദേഹം പഠിച്ച സ്കൂളിലാണ് ഇദ്ദേഹം പഠിച്ച ആൾ, വേദാധ്യയനം ചെയ്ത ആൾ. പെട്ടെന്ന് പിടി കിട്ടും. അപ്പോൾ ചെവിയിൽ പറയും, തുങ്കതരംഗ തീരെ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ പറയും. പറയുമ്പോൾ ഇതേന്ന് കേട്ടപ്പോൾ ഒരു നെട്ടുമ്പോൾ ആ ചെളിയെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വീടും. സദാശിവ എണിച്ചു വാ എന്ന് പറയുമ്പോൾ അങ്ങനെ മോളെല്ലാം ചെളി വെള്ളം. അന്ന് ഞാൻ ദഹരാദൂരിൽ 3 ദിവസം ചെളി വെള്ളത്തിൽ കിടന്നല്ലോ. അന്ന് എനിക്ക് ഇതിൻ്റെ അനുഭവമാണ് ഞാൻ ആലോചിച്ചു. എൻ്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം ഏതൊക്കെ രീതിയിൽ മഹാന്മാർ തരുന്നുണ്ടെന്നൊക്കെ ഇത് എല്ലാവർക്കും കിട്ടും. ഞാൻ നേരത്തെ പോലെ ചോദ്യം കറക്റ്റായിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഉത്തരം അത് അനുഭവത്തിലൂടെ കിട്ടും. അന്ന് അദ്ദേഹം അങ്ങനെ ഇരുന്നപ്പോൾ ഇത് എനിക്ക് അതേപോലെ ഇരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ ബോഡി കോൺഷ്യസ് മാറി. അതുപോലെയായിരുന്നു ഇവിടെ ഇതും ഉണ്ടായിരുന്നു. ഒടുക്കം അദ്ദേഹം ആ കിണറ്റ് വെള്ളം എടുത്ത് നല്ലവണ്ണം കുളിപ്പിച്ചെടുത്ത് ഇവർ നേരെ കൊണ്ടുപോയിട്ട് തീർന്നു. അപ്പോഴും ഒന്നും മിണ്ടത്തില്ല, അതിൻ്റെ പോകും. സോ ഇദ്ദേഹത്തിന് ഇത്രയും കാലം മണ്ണിൻ്റെ അടിയിലിരുന്നും എന്തുകൊണ്ട് ജീവൻ പോയില്ല, എന്തുകൊണ്ട് മരണപ്പെട്ടില്ല, അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട് അല്ലേ? ഒരിക്കലും മരണപ്പെടില്ല. സോലോങ്യാസ് നിങ്ങൾക്ക് എത്ര കാലം നിങ്ങളുടെ പ്രാണന് നിങ്ങളുടെ കൺട്രോളിൽ വെക്കാൻ പറ്റുമോ, കൺട്രോളിൽ വെക്കാൻ പറ്റുമോ അത്രയും കാലം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഒന്നോ ബദ്രിനാഥ് ആ സ്വാമിജിയുടെ കാര്യം പറഞ്ഞു, രണ്ട് സുന്ദർനാഥ് ബാബയുടെ കാര്യം ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ താടിയിൽ കുരുവി കൂട് കെട്ടിയിരുന്നും അങ്ങനെ അറിയാത്ത രീതിയിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് പോലും ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു സുന്ദർനാഥ് ബാബു. അപ്പോൾ സോലോങ്യാസ് നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്തിടത്തോളം നിങ്ങളുടെ പ്രാണൻ നിങ്ങളെ വിട്ട് ഒരിക്കലുമേ മാറത്തില്ല. അത് പോകാൻ എപ്പോൾ പോകണം, നിങ്ങളായിട്ട് സ്വയമേവേ എനിക്ക് ഈ ശരീരം വേണ്ട എന്ന് പൂർണ്ണ ബോധത്തോട് പറയുമ്പോൾ ആ പ്രാണൻ നിങ്ങളെ ശരീരം വിട്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. അതാണ് ജീവസമാധി എന്ന് പറയാൻ കാരണം. നിങ്ങളുടെ ഉത്തരവില്ലാതെ പ്രാണം പോകുന്നത് മരണം, നിങ്ങളുടെ ഉത്തരവോടുകൂടെ ആ പ്രാണം നിങ്ങളുടെ ശരീരം പോകുന്നത് ഇറ്റ് ഈസ് കാൾഡ് ജീവസമാധി എന്ന് പറയാം. അങ്ങനെ അതിനകത്ത് പ്രോസസ്സിങ്ങൾക്ക് ചിലതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ശ്രീധര അയ്യാവാൾ ഒരു ദിവസം തീരുമാനിച്ചു, ഇനി നമ്മുടെ ഈ ശരീരമായിട്ടുള്ള ജീവിതങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് മതിയാക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ അങ്ങേരെ എന്ത് ചെയ്തു, തിരുവിടൈ മരുതൂർ എന്ന് പറഞ്ഞൊരു കുംഭകോണ സ്ഥലത്തിൽ മഹാലിംഗേശ്വരം എന്ന് വെച്ച ശിവക്ഷേത്രമുണ്ട്. അത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരും അവിടെ പോയി വിസിറ്റ് ചെയ്ത സ്ഥലമാണത്. ഇദ്ദേഹം നേരെ ഒരു സന്ധ്യയ്ക്ക് ഒരു 6 മണി 7 ദീപാവലി സമയം നേരെ അവിടെ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ആ ഗർഭഗൃഹമുണ്ടല്ലോ അകത്തിരിക്കേണ്ടത്, അവിടെ പോയിട്ട് ആ ശിവനുമായിട്ട് ഫിസിക്കൽ ബോഡിയോട് കൂടെ അന്തർയാമിയായി പോയി. ഹി മെർജ്ഡ് വിത്ത് ദി അബ്സല്യൂട്ട് മഹാലിംഗേശ്വര.
ബോഡിയുടെ ഒരു അംശം പോലും പിന്നെ കാണത്തില്ല. അങ്ങനെ വരും. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് അവിടെയും ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. ഋഷ്യശൃംഖരിയുടെ ഫാദർ വിഭാണ്ഡകർ ശിവനുമായിട്ട് ഐക്യമായി പോയതാണ്, ശിവലിംഗമായിട്ട് മറിയായി പോയതാണ്. സാക്ഷാത് മഹേശ്വരൻ ഋഷ്യശൃംഖരുടെ ലിംഗവുമായിട്ട് മറിയായിപ്പോയി. അപ്പോൾ ഇവിടെ എല്ലാം കണക്റ്റഡ് ആകുമ്പോൾ ഇറ്റ് ഈസ് എ ട്രൂത്ത്. ഇത് സംഭവിക്കും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി. ഈ എക്സാമ്പിൾസാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു ഉത്തരമായിട്ട് നമുക്ക് മാറി വരുന്നു. അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ ശ്രീധര അയ്യവൾ ഭഗവാനുമായിട്ട് മഹാലിംഗേശ്വരൻ ഐക്യമായി കംപ്ലീറ്റ് തീർന്നു. അടുത്ത വരുന്നത് സദാശിവ ബ്രഹ്മേന്ദ്ര. സദാശിവ ബ്രഹ്മേന്ദ്ര ഒരു ദിവസം ഈ പിള്ളേരെ കൊച്ചു പിള്ളേരുടെ കൂടെ എല്ലാം കൂടെ അങ്ങനെ വെട്ട് കളിപ്പിക്കുന്നു പറയുമല്ലോ, അങ്ങനെ ഓടുക പോടുക എല്ലാം കൂടെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കുട്ടികളോട് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കുഴി തോണ്ടാൻ പറയും. ഒരു സ്ഥലത്ത് കുറച്ചുകൂടി ഇങ്ങനെ കാണിച്ച് ഏകദേശം ഒരു ആളിൻ്റെ ഇടുപ്പളവ് ഇരിക്കാനുള്ള ഒരു കുഴി എടുക്കാൻ പറയും. അപ്പോൾ ഇപ്പം അദ്ദേഹം പറയും, കൈയൊക്കെ കാണിച്ചിട്ട് പറയും, ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നതിന് ശേഷം എൻ്റെ തലയെ കൂടി മണ്ണിട്ട് മൂടി വയ്ക്കാൻ പറയും. പിള്ളേർക്കറിയാമോ, കളിച്ച് അവസാനം അദ്ദേഹം ആ കുഴിക്കകത്തിരിക്കും മണ്ണ് വിട്ട് മൂടിക്കളയും. മൂടിച്ച് കുറേ നേരം കാണുമ്പോൾ ആൾ പുറത്തേക്ക് വരുന്നില്ല. കുട്ടികൾ പേടിച്ചു പോകും. പേടിച്ച് ഗ്രാമത്തിൽ ചെന്നിങ്ങനെ സംഭവിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ആകെ പേടിയായിട്ടിരിക്കണമെന്ന് പറയും. അപ്പോഴത്തേക്ക് അവിടെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഇതൊക്കെ എടുത്ത് മണ്ണൊക്കെ എടുത്ത് മാറ്റാൻ വന്നപ്പോൾ ഒരു അശരീരി ടെലിപ്പതി കേൾക്കും, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഞാൻ ജീവസമാധിയിലായി കഴിഞ്ഞു, ഇനി എന്നെ അന്വേഷിച്ചോ എന്നെ എടുക്കാനോ ആരും ശ്രമിക്കരുത്, എൻ്റെ സമാധി ഇവിടെ വെച്ച് തീർന്നു കഴിഞ്ഞു. പിന്നെ ഒറ്റ ഒരു വാക്ക് അവർ കിട്ടും. ഗ്രാമത്തുകാർക്ക് ഭയങ്കര പേടി, എല്ലാവർക്കും കേട്ടിട്ടുണ്ട്, അന്നേ ദിവസം എല്ലാവരും കേട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ജീവസമാധിയിലായി കഴിഞ്ഞു. പിന്നീട് പറയും, ഇന്നേക്ക് ഒമ്പതാമത്തെ ദിവസം നർമ്മദാ തീരത്തു നിന്നും ഒരു വേദബ്രാഹ്മണൻ ഇതുവഴി വരും. ഒമ്പതാമത്തെ രാത്രി ഇവിടെ തങ്ങും, സ്റ്റേ ചെയ്യും. രാത്രി ഒരു നേരം ഇവിടെ ഇരിക്കാനായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാണലിംഗം കാണും. ആ ബാണലിംഗത്തിൻ്റെ ഞാൻ എവിടെ സമാധിയായിട്ടിരിക്കണം അതിനെ 10 അടിക്ക് മുമ്പായിട്ട് ആ ലിംഗം അവിടെ പ്രതിഷ്ഠ ചെയ്യണം, കാശി വിശ്വനാഥരായിട്ട് അവിടെ പ്രതിഷ്ഠ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. മാത്രമല്ല 10ാമത്തെ ദിവസം രാവിലെ എൻ്റെ ഈ സഹസ്രാരമുണ്ടല്ലോ, ഉച്ച തലേനും ഒരു ബിൽവ കൂവളമുണ്ടല്ലോ, അതിൻ്റെ ഒരു കുത്തിച്ചെടി ഒരു വളരും, അതാണ് എൻ്റെ സമാധിയുടെ കംപ്ലീഷൻ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതേപോലെ 9th ഡേ നൈറ്റ് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ കയ്യിൽ ബാണലിംഗമായിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ വരും. അപ്പോൾ ഗ്രാമത്തുകാരൊക്കെ അങ്ങ് സ്വീകരിച്ച് അങ്ങ് റിസീവ് ചെയ്ത് അദ്ദേഹത്തിന് എല്ലാ സൗകര്യം കൊടുത്തിട്ട് ഈ ലിംഗം ഇവിടെ പ്രതിഷ്ഠ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആ ലിംഗത്തെ ഇപ്പോഴും അവിടെ പ്രതിഷ്ഠ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സമാധിക്ക് മുമ്പായിട്ട് അവർ വെച്ചിട്ടുണ്ട്. കൂടെ കാശി വിശാലശയും അഡീഷണലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 10th ഡേ മോർണിംഗ് ഇതിനെ സഹസ്രാര ഇവിടുന്ന് ഉച്ചയിൽ നിന്നും ഒരു ബില്വം കുവളത്തിൻ്റെ ഒരു ചെടി അങ്ങോട്ട് വന്നു. ആ വലിയ വൃക്ഷം ഇപ്പോഴും ഉണ്ട്, അവിടെ ഇരിക്കണം. അത് കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. സോ മഹാന്കളുടെ സമാധി ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് ഒരു അൺകൺസ്ട്രെയിനബിൾ പറയുമല്ലോ, ചോദിക്കാൻ പാടില്ല. ഉത്തരം മഹാന്മാർ തന്നെ നമുക്ക് തരണം. ഉദ്ദേശം എൻ്റെ കണക്ക് കൂട്ടൽ ഇങ്ങനെ വരും, എൻ്റെ കണക്ക് കൂട്ടൽ ഇങ്ങനെ വരുന്ന പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അല്ലേ, കണക്ക് കൂട്ടൽ എങ്ങനെ വരും? ഇത് അനുഭവിച്ച ആൾക്കാരിലേ വരും, അല്ലാത്തവർ കണക്ക് കൂട്ടൽ വരത്തില്ലല്ലോ. നോർമൽ ലൈഫിൽ അങ്ങനെ പറയും. പക്ഷെ കണക്ക് കൂട്ടൽ ഇവിടെ വരുന്നത് ആരാണോ അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അവരുടെ സ്റ്റേറ്റ് ഓഫ് അറ്റൈൻമെൻറ്റ്, അവരുടെ സ്റ്റേറ്റ് ഓഫ് ലിവിങ്, ഇതെല്ലാം ഇവിടെ വരണം. ഇതിന് എന്തുണ്ടായി നമുക്കത് പറയാൻ പറ്റും? നമ്മൾ അവരെ എന്താ ഇംഗ്ലീഷിൽ ആർ യു കമ്പിറ്റൻറ്റ് ടു കമൻറ്റ് എന്ന് പറയുമല്ലോ, പറയാൻ പറ്റുമോ?
അദ്ദേഹം അതിനകത്ത് ജീവസമാധിയായി. എനിക്ക് അവിടെ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ജീവസമാധി ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കൂടെ ഇരിക്കണ ഈ ഇന്ദ്രിയങ്ങളൊക്കെ എവിടെ പോകും? അപ്പോൾ അതിന് ഒരു ഇത് വേണമായിരുന്നു. കാരണം നമുക്കൊക്കെ ശരീരം വിട്ടു പോയാൽ തിരിച്ച് അടുത്ത ജന്മത്തിൽ ഇതെല്ലാം നമ്മുടെ കൂടെ ചേർന്ന് വരുന്നുണ്ട്. പക്ഷെ മഹാന്മാരായാൽ ഇവർ ഇത് സമാധി ആയിക്കഴിഞ്ഞാൽ അതിന് എവിടെയാണ് പോകുമ്പോഴിരിക്കണം. അപ്പോൾ അവർക്ക് പൂർവ്വ പ്രാരബ്ധ കർമാന്നും ഒന്നുമില്ലേ, സഞ്ചിത കർമാന്നും ഒന്നുമില്ലേ, ആഗാമി കർമാന്നും ഒന്നുമില്ലേ, ഇതൊക്കെ എവിടെയാണ് പോകുന്നത് എന്ന ഒരു ചോദ്യമുണ്ടാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ചോദിച്ചു. ഒരു ദിവസം വൈകുന്നേരം ചോദിച്ചപ്പോൾ ആത്മവിദ്യാവിലാസത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. അത് പഠിച്ച് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് ആത്മവിദ്യാവിലാസം. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ബ്രഹ്മസൂത്രം ചോദിച്ച എല്ലാ ഗ്രന്ഥത്തിൻ്റെ ഒരു എസൻസാണ് അത്, ആ ബുക്ക് ആത്മവിദ്യാവിലാസം. അത് ഇംഗ്ലീഷിൽ ഉണ്ടോയെന്ന് അറിയില്ല, തമിഴിൽ ഉണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിൽ ഇവർ ജീവസമാധി ഇരിക്കാൻ നേരത്തെ തന്നെ ഇതെത്രയും ഈ ഇന്ദ്രിയങ്ങളും ഈ അന്ധകരണം ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാത്തിനും കംപ്ലീറ്റ് ഭസ്മീകരിച്ച് കളയും. The total will be smashed to the ashes. കംപ്ലീറ്റ് ഭസ്മീകരിച്ചിട്ടാണ് അവർ ബ്രഹ്മമായിട്ട് അവിടെ മാറിത്തീരുന്നത്. അവിടെ ഐക്യമാകുന്നുണ്ടെന്ന് പറയാൻ നമുക്ക് വാക്കുകളില്ല. നോ ഡിഫറൻസസ്. എന്താണ് അത് സ്റ്റേറ്റിനുള്ളത് ഇന്ന തീയതി വരെ നോബഡി ഹസ് ഡിക്ലെയർഡ് ഇതാണ് സംഭവം എന്നുള്ള ആരും പറഞ്ഞിട്ടില്ല. ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, മനസ്സ്, ബുദ്ധി, വ്യവഹാരം, പഞ്ചകോശങ്ങൾ ഒക്കെ എല്ലാം കൂടെ ചേർന്ന് കംപ്ലീറ്റ് അവിടെ ഭസ്മീകരിച്ച് തീരുന്നുണ്ട്. അവിടെ എല്ലാം തീർന്നതിന് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കൂവളം പറഞ്ഞെന്ന് പറയുന്ന ബ്രഹ്മനന്ദം അവിടെ നിന്ന് റെഡിയായി പോകുമ്പോൾ അതിനുശേഷം അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നോബഡിയാണ്. അതുവരെ ഉള്ളത് പറയാൻ പറ്റും. അതിന് ശേഷമുള്ളത് നമുക്കത് അറിഞ്ഞിട്ട് കാര്യമില്ല, അറിയാനും പറ്റില്ല. ദാറ്റ് ഈസ് സ്റ്റേറ്റ്. അങ്ങനെ സദാശിവ ബ്രഹ്മേന്ദ്ര ജീവസമാധിയിലെത്തി. ഇന്നും നിറയെ ആൾക്കാരൊക്കെ അവിടെ ജീവസമാധിയിൽ വരുന്നുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. സ്റ്റോറി നിറയെ ഉണ്ട് ഇതിനകത്ത്. സിമ്പിളായിട്ട് അദ്ദേഹത്തിന് മഹാന്മാരുടെ ലൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ പോകും. സോ ദെൻ കംസ് ബാക്കി സ്ഥിരതയോളം അവിടെ മതിയായി കഴിഞ്ഞു. ഇവിടെ നമ്മൾ ശൃംഗേരിയിൽ പറഞ്ഞു വിവാഹണ്ടകർ അവിടെ ആ കാടും മലയും പർവ്വതമെല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു കൺട്രോൾ ദ നേച്ചർ? ഒരു ചോദ്യം. നമ്മൾ പ്രകൃതിയെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് സാധ്യമാണോ? ഈ ഋഷ്യശൃംഗരുടെ ഫാദർ വിവാഹങ്ങൾ ചെയ്തത് കറക്റ്റാണോ? സ്റ്റോറിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എത്ര ദൂരം ചിലർ അതാ ജസ്റ്റ് ലൈക്ക് സ്റ്റോറി ആയിട്ട് കേട്ടിട്ട് വിട്ടിട്ട് പോകും, അത് പഠിച്ചിട്ട് വിട്ട് പോകും. പക്ഷെ അത് എങ്ങനെ അത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഇത് വേണ്ടേ? ഈ ചോദ്യം എൻ്റെ മനസ്സിൽ 1978 തൊട്ട് എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു തന്നതുപോലെ ഇതെല്ലാം മനസ്സിനകത്ത് ഉദയമായ ചോദ്യങ്ങളാണ്. ഇതെങ്ങനെ തീർക്കും? അപ്പോൾ അതിൽ 2 അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. സ്വാമി രാമ ഗംഗോത്രിയിൽ നിന്നും ഗോമുഖിലേക്ക് പോകണം. കിട്ടിയിട്ട് 12 കിലോമീറ്റർ അങ്ങോട്ട് യാത്ര നടക്കണം. അപ്പോൾ പോകുന്ന വഴിയിൽ അവിടെ കേവൊക്കെ ഉണ്ട്, 1-2 കേവ് ഉണ്ട്. അവിടെ അവർ സ്റ്റേ ചെയ്യും, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ അവിടെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഒരു ദിവസം സ്വാമി രാമ ഇത് ഗുരു കൂടെ 2 പേരുമായിട്ട് അവരെങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കും. പെട്ടെന്ന് മേളിൽ നിന്ന് ഈ ഉരുൾപൊട്ടൽ പോലെ 1-2 കല്ലുകളൊക്കെ അങ്ങോട്ട് ഉരുണ്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. മഞ്ഞും ഉണ്ട് അതിൻ്റെ അകത്ത്, ഈ പാറക്കല്ലും ചെറിയ ചെറിയ പൊടിയൊക്കെ വിടാൻ തുടങ്ങിയപ്പോൾ ഇവർ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കണം. അതിൻ്റെ അകത്ത് ഷെൽട്ടറില്ല. കാരണം ഷെൽട്ടറില്ലാതെ ഓപ്പണിൽ ഒരു ഒറ്റയടി പാത പോലെയാണ് അവിടെ ഇരിക്കണം. അപ്പോൾ നമ്മൾ അതുവഴി പോകണം. നല്ല മഴയാണെങ്കിൽ
പോത്തിൽ വെള്ളം വന്നിട്ട് നമ്മളെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് താഴേക്ക് പോകും. നമ്മൾ ആ മഴയുടെ ഇടയ്ക്ക് നടന്നു പോകണം. ഭയങ്കര തെളികാണത് നടന്നു പോകാനായിട്ട്. അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ ഇതൊക്കെ ഉരുൾപൊട്ടലൊക്കെ അങ്ങോട്ട് നേരെ താഴെ വിടാൻ തുടങ്ങി. അപ്പോൾ സ്വാമി നമുക്ക് ഈ തലയിൽ വീഴുമോ എന്നുള്ളത് തേടി. അതിന് കൊച്ചു പയ്യനായിട്ടിരിക്കുന്ന സമയമാണ്. ഏകദേശം ഒരു 30-35 വയസ്സായി കണ്ടു. ഇദ്ദേഹം നേരെ ഓടിച്ചെന്ന് ഗുരു കെട്ടിപ്പിടിച്ചു. ഇദ്ദേഹം ഗുരുവുമായിട്ട് ഭയങ്കര വാത്സല്യമാണ്. കാരണം സ്വാമി രാമയുടെ ഗുരു ബംഗാളി ബാബ വാസ് ഇംഗ്ലീഷ് പറയുമ്പോൾ വാസ് നോട്ട് ആക്ടിങ് ആസ് എ ഗുരു ബട്ട് ആക്ടിങ് ആസ് എ ഫാദർ ഓർ മദർ. അത് ഒരു മലയാളത്തിൽ അത് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തിലല്ല സ്വാമി രാമനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചത്. അതിനെ മീതി ഒരു അച്ഛനായിട്ടും ഒരു അമ്മയെ പോലെയും അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നറേഷൻ ഇപ്പോൾ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇവര് പറയുന്ന സ്വാമി രാമ ഓടി ചെന്ന് ഗുരുവെ കട്ടിപ്പിടിച്ച്, ഗുരു ഇറ്റ് ഇസ് ഫാളിങ്, ബംഗാളിയിൽ പറഞ്ഞ് ഇത് ഫാളിങ് ഡൗൺ, സോ നമ്മൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം, അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് വീഴുന്ന നോക്കിയിട്ട് ഓടി ചെന്ന് സ്വാമി രാമ കട്ടിപ്പിടിച്ച്. അങ്ങേര് മിണ്ടൂല്ലല്ലോ പണ്ട്, ഇങ്ങനെ കാണിച്ചു, ഇത്രയേ ഉള്ളൂ. അതായത് കയ്യടി, ഈ കയ്യടി ഇതിന് കൂടുതൽ മിണ്ടില്ല. കാരണം ഇത് വളരെ അപൂർവമാണ് ഇങ്ങനത്തെ ഒരു ഗുരുനാഥരെ കുറിച്ച് കേൾക്കുമ്പോൾ. ഒരു ഗുരുനാഥ് മിണ്ടാത്ത ഒരു ഗുരുനാഥർ. അതേസമയം ഈ ഗുരുനാഥർ ശിഷ്യനെ എങ്ങനെ കൊണ്ടുവന്നെന്നുള്ളതും ഇറ്റ് കംസ് ലേറ്റർ. എന്ന് ചോദിച്ചപ്പോൾ സ്വാമി അമ്മ കൈയെടുത്തു. അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു നല്ലൊരു പാറാങ്കൽ താഴേക്ക് വീഴാൻ പോകുന്നു. നല്ലൊരു ഉണ്ട പാറങ്ങൾ നേരെ ഇങ്ങോട്ട് വീഴാൻ പോകുന്നു. നോക്കിയിട്ട് ഇങ്ങനെ കൈ കാണിച്ച് ആ വീഴാൻ പോകുന്ന ആ കല്ല് അവിടെ തന്നെ നിന്നു. എന്തൊക്കെ സാധനം കൂടെ വീഴാമുണ്ടോ ഒക്കെ നേരെ അവിടെ ഇവിടെയൊക്കെ ഫിക്സ് ചെയ്ത പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒറ്റ വസ്തു താഴേക്ക് വീണില്ല. സ്വാമി കണ്ടു, ഒന്നും വേണ്ടിയില്ല. ഗുരു നടക്കാൻ പറഞ്ഞു. ഇവർ നേരെ നടന്ന് കുറേ ദിവസം പോയിട്ട് ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ വെളിയിൽ നിന്ന് വീഴാൻ ഉടനെ താഴേക്ക് വീഴുന്നു. അപ്പോഴത്തേക്ക് ആ പാലമൊക്കെ പൊട്ടിയെടുത്ത് ബ്രിഡ്ജൊക്കെ ഡാമേജായി അത് ഒരു സൈഡിൽ അങ്ങോട്ട്. കാരണം അത് നേച്ചറുടെ പ്രവൃത്തി ചെയ്യണ്ടേ, അത് ഇവർ തടഞ്ഞു നിർത്തിയൊരു കാര്യമില്ലല്ലോ. അപ്പോൾ പ്രകൃതിയെ ഹൗ ക്യാൻ ഇറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ വണ്ണം അതിനെ എങ്ങനെ വെക്കാൻ സാധിക്കും? വെദർ യു നീഡ് എ തപസ്. നിങ്ങൾക്ക് തപസ്സാണോ വേണ്ടത് അതിനെ പറഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? ഇത് കഴിഞ്ഞിട്ടപ്പോൾ എല്ലാം കൂടെ ഒന്ന് താഴേക്ക് വീണു, അവർ അവരുടെ ബോട്ടിൽ നടന്നുപോയി. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സംശയം, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. വിഭാണ്ടകൻ ആ മലപർവ്വതത്തോട് സംസാരിച്ചു, ഇവിടെ വേറെ ആരെങ്കിലും എൻ്റെ അകത്ത് വരാൻ വിടരുത്, വരുവാണെങ്കിൽ അവിടെ വിരട്ടിക്കോളെന്നും പറഞ്ഞു. അപ്പോൾ വൈശാലി അവിടെ വരാൻ നേരത്ത് ആ ഉരുൾപൊട്ടൽ വന്ന് വൈശാലിയും അവരുടെ ഗ്രൂപ്പെല്ലാം വിരട്ടിയടിച്ചു. ഋഷേഷ് ഇങ്ങനെ കാണാൻ വരാൻ നേരത്ത് വിരട്ടിയടിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ സംഭവിക്കുമാണോ എന്ന് ചോദിച്ചു. ഇവിടെ എനിക്ക് ഉത്തരം കിട്ടി, ഇതൊക്കെ സർവ്വസാധാരണമാണെന്നുള്ളത്. അപ്പോൾ ഗുരു എങ്ങനെ ഇത് നമുക്ക് പഠിപ്പിച്ച് തരണം, കാണിച്ചു തരണം? ഇറ്റ് ഈസ് ആൾ ഫാക്ട്, ദ ട്രൂ. അപ്പോൾ ഇതത്രയും നമ്മുടെ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ആ ഗുരുവായിട്ട് അടുപ്പം ഇരിക്കണം, ആ അടുപ്പം കിട്ടാൻ നമ്മൾ ഏത് തരത്തിലിരിക്കണം. അപ്പോൾ അതിനെ എന്നുവെച്ചാൽ ദാറ്റ്സ് എ ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രം തന്നെ നമുക്ക് നമ്മുടേതായ ഒരു സ്വയരൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രമണ മഹർഷി പറയും, എന്ത് ചോദിച്ചാലും നീ നിന്നെ തന്നെ തിരിഞ്ഞ് നോക്കി, നിനക്ക് ഉത്തരം കിട്ടുമെന്ന് പറയും. ഈ തിരിഞ്ഞ് നോക്കൽ എങ്ങനെ നോക്കണം? ഇങ്ങനെ നോക്കിയാൽ മതിയാവുമോ? ഇതിങ്ങനെ നോക്കിയാൽ മതിയാവുമോ? ചോദ്യം ആർക്കും വരുമല്ലോ. പക്ഷെ ചോദിക്കാൻ പേടിക്കും, അല്ലെങ്കിൽ ചോദിക്കാൻ മടിക്കും, അല്ലെങ്കിൽ ഇതിന് ശരിക്കും ഉത്തരം തരുന്ന ഒരാൾ കണ്ടു കിട്ടണം. അത് ഒന്നുമില്ലാതെ നിങ്ങളോട് ചോദിച്ചാൽ മതിയല്ലോ.
അതാണ് രമണ മഹർഷി ഉദ്ദേശിച്ചത്. നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയണത്. പക്ഷേ ഇദ്ദേഹം ഇവിടെ നോക്കാതെ സൈഡെല്ലാം നോക്കും. ആകാശം ഭൂമിയും സൈഡൊക്കെ നോക്കിയിട്ട് വലിയ കാര്യമുണ്ടോ? നോക്കുന്നില്ല. അപ്പോൾ എങ്ങനെ നോക്കും? നോക്കാനായിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് ഡിസിപ്ലിൻ വേണം. എങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ വേണം? രാവിലെ ദർസ് എ ടൈം ഫോർ വേക്കിംഗ് ഇൻ ദ ഏർലി മോർണിംഗ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണിക്കണം. ദാറ്റ് ഈസ് 4 o'clock. 4 മണിക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ എണിക്കണം. എണിച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ 4:30 മണിക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിൽ കുളിക്കണം. നദിയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. നദി ഇല്ലെങ്കിൽ വീട്ടിൽ ഷവർ, ഇപ്പോൾ എല്ലാം ഷവറാണല്ലോ. കുളിക്കുകയാണെങ്കിൽ എന്തറിയാം, ഇന്ന് ഏതൊക്കെ പുണ്യനദി നമ്മുടെ ഭാരതദേശത്തിൽ ഓടുന്നുണ്ടോ അതെല്ലാ പുണ്യനദിയും ആ സമയത്തിൽ നമ്മൾ ധ്യാനം ചെയ്യണം. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഷവർ മുഴുവനും ഈ എല്ലാ പുണ്യനദിയും ആ ഷവറിൻ്റെ രൂപത്തിൽ നമ്മുടെ മേലിലേക്ക് വരുമ്പോൾ വി ഫൈൻ സം സോർട്ട് ഓഫ് ഒരു പ്യൂരിഫിക്കേഷൻ, ട്രാൻസ്ഫർമേഷൻ നമ്മൾ അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ഇരിക്കണം. ചുമ്മാ പറഞ്ഞു കേട്ടെന്നുള്ളതല്ല. അപ്പോൾ അപ്പോൾ ഡിസിപ്ലിൻ ഇൻ വേക്കിംഗ് എണിക്കണത്. ഈ വേക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ഇൻ എ പ്രെയർ. ഇത് എങ്ങനത്തെ പ്രെയറാണ്? ആദ്യം ഭൂമിയിൽ കാല് പതിക്കുന്നുണ്ട്. കട്ടിൽ നിന്ന് എണിച്ച് ഭൂമിയിൽ കാല് പതിക്കും. അല്ലെങ്കിൽ തലയിൽ കിടക്കുകയാണെങ്കിൽ എണിച്ച് നമ്മൾ കാല് ഭൂമിയിൽ പതിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ കാല് പതിക്കാൻ നേരത്തെ നമ്മൾ ഉമാദേവി എന്നുള്ളത് അമ്മയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സമുദ്രവദനേ ദേവി പർവ്വത സ്തനമണ്ഡിതേ വിഷ്ണു പത്നി നമസ്തുഭ്യം മമ പാദസ്പർശം ക്ഷമസ്വമേ. എന്നോട് പാദങ്ങൾ ഞാൻ നിൻ്റെ പുറത്ത് വെക്കാൻ പോകുന്ന അമ്മ എന്നെ ക്ഷമിക്കും. കാരണം അമ്മയാണല്ലോ. ഭൂമാദേവി എന്നുള്ളത് നമ്മുടെ മദറാണ്, മദർ നേച്ചർ. അപ്പം അമ്മയുടെ പുറത്ത് നമ്മൾ കാല് വയ്ക്കുമ്പോൾ അമ്മയോട് ഒരു ക്ഷമ ചോദിക്കണം, നല്ലതല്ലേ? അപ്പോൾ ഈ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഏത് ആസ്പെക്റ്റിൽ അത് ട്രാൻസ്ഫോം ചെയ്ത് വരണം നോക്കും, അല്ലേ? അവിടെ ഇതൊക്കെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ആത്മീയത എന്ന സ്വാമി ഗോപാൽ ബാലു പറഞ്ഞതുപോലെ അതിൻ്റെ അടിസ്ഥാനമാണ് ഇത്, ബേസ്മെൻറ്റ്, ഇത് ഫണ്ടമെൻ്റൽ തിങ്സ് ടു നോ. അപ്പോൾ ഭൂമി പ്രാർത്ഥന കഴിഞ്ഞു, അമ്മയോട് മാപ്പിച്ചു ഇതിൻ്റെ പുറത്ത് കാലുകൾ. ഇതിന് ജാതം എന്ന് പറയും. ഒരു കൊച്ചു അമ്മയുടെ ശരീരത്തിൽ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ആ കൊച്ചു എങ്ങനെ ജീവനോടെ ഇരിക്കുന്നുണ്ട്, ആസ് എ പാർട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ആ അമ്മയുടെ നാഭി കൂടി വരുന്നതാണോ അതിൻ്റെ ജീവൻ? ശ്വസിക്കുന്നുണ്ടോ ആ കൊച്ച്? ശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ ആ കൊച്ച് ജീവനോടെ ഇരിക്കുന്നുണ്ട്? ശരി, അമ്മയുടെ നാഭിയിൽ കൂടെ വന്ന ആ കൊച്ചാണെങ്കിൽ ആ കൊച്ച് വെളിയിൽ എടുക്കാൻ തന്നെ ഡോക്ടർ നാഭിയെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ആ കൊച്ച് എത്ര ലക്ഷം നേരത്തിന് ജീവനോട് ഇരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആ ഡോക്ടർ എന്ത് ചെയ്യും? ആ കൊച്ചിനെ പുറത്തേക്ക് എടുത്തിട്ട് ആ കാലിനെ പിടിച്ച് തലകീഴ തൂക്കിയിട്ട് ഇങ്ങനെ ഒരു കുലുക്കുമ്പോൾ അത് ടിക്കെന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബ്രീത്തിങ് മാറിയിട്ട് ബ്രഹ്മരന്ധ്രം ഓപ്പൺ ചെയ്ത് എക്സ്റ്റേണൽ ബ്രീത്തിന് അത് സിങ്കറനൈസ് അവിടെ വരുന്നുണ്ട്. ആ സമയത്ത് ആ കൊച്ചിൻ്റെ മൂക്കോ വായു നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അവിടെ മരണപ്പെടുന്നുണ്ട്, അല്ലേ? ജ്ഞാനം വെറുതെ ഇങ്ങോട്ട് ബുക്ക് പഠിച്ചിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്കണം. ഇതെങ്ങനെയാണ്? ഒരു തൊപ്പുൽ കൊടിയിൽ നിന്നും അമ്മയുടെ ഉദരമും അമ്മയുടെ നിന്നും കിട്ടുന്ന എല്ലാ ആഹാരം കൊണ്ട് വളർന്നു വന്ന ഒരു ജീവൻ പുറത്തേക്ക് വന്ന് എടുക്കാൻ നേരത്തെ അതിനെ കട്ട് ചെയ്യുമ്പോൾ ആ കൊച്ചിൻ്റെ അകത്തൊരു ജീവൻ കാണുന്നുണ്ട്. ആ ജീവൻ എങ്ങനെ കാണുന്നുണ്ട്? വയറ്റിനകത്ത് പ്രാണനുണ്ടോ? അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന ഉടനെ അത് ശ്വസിക്കാൻ പറ്റുമോ? ഈ പുറത്തേക്ക് വന്ന കൊച്ചിനെ എങ്ങനെ ഈ എക്സ്റ്റേണൽ പ്രാണനുമായിട്ട് അതിന് ഒരു കോണ്ടാക്റ്റ് വരണ്ടേ? Is it possible to prove through the medical science?
ഞാൻ ഒരു ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു, ഇഫ് യു ക്യാൻ ഹെൽപ്പ് മീ ഫോർ ദിസ് ആൻസർ ഫൈൻ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൊന്നും പറഞ്ഞില്ല. പ്രോബ്ലി എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടും തോന്നുന്നുണ്ട് എപ്പോഴെങ്കിലും. വെറുതെ ഇങ്ങനെ ഇതിനെ എങ്ങനെ കിട്ടും? അപ്പോൾ ഇവർ കൊച്ചിനെ കൊടുക്കുമ്പോൾ അതിനെ വാ തുറന്നിട്ട് ഇവിടെ ഒരു ടിക്കിന് സൗണ്ട് കേൾക്കാൻ നേരത്ത് അതിൻ്റെ ബ്രീത്തിങ്, എക്സ്റ്റേണൽ ബ്രീത്തിങ് അത് അകത്തിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് ആ വയറ് ബലൂൺ പോലെ ഇങ്ങനെ പച്ച് പുറത്തേക്ക് വലിയ ബലൂണായിട്ട് മാറും. അതിനുശേഷം ഈ കൊച്ചിൻ്റെ സകല വ്യവഹാരവും വെളിയിലുള്ള പ്രാണനുമായിട്ട് പോകുന്നുണ്ടെന്നല്ലാതെ ബാക്കിയുള്ള അമ്മയുമായിട്ടുള്ളത് പിന്നെ ഒന്നും കാണുന്നില്ല. അല്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ രഹസ്യമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇനി നമ്മൾ ഇതുപോലെ ഒരു ഗർഭപാത്രത്തിൽ പോകേണ്ടി വരുമോ? പേടിക്കണം. ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യണം? 10 മാസം ആ അമ്മയുടെ വയറ്റിൽ ഇരുന്നുകൊണ്ട് അമ്മയുടെ വയറത്തിന് തല കൊണ്ട് മുട്ടുന്നുണ്ട്, കാല് കൊണ്ട് ചവിട്ടുന്നുണ്ട്. ഇതത്രയും അമ്മ സഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു സന്തതി കിട്ടാൻ പോകുന്നു ഉള്ള സന്തതി. ഇങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് നിങ്ങൾ പ്രത്യുപകാരമായിട്ട് എന്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും? എൻ്റെ ഒരു ചോദ്യം. ഇപ്പോൾ സബ്ജക്റ്റിലേക്ക് പോകാതെ ജസ്റ്റ് ഒരു ഡീവിയേഷൻ. ഇന്ന് പല സ്ഥലത്തിലും അമ്മച്ചനെ അമ്മയും നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടുന്നുണ്ട്. ഇപ്പോൾ മക്കൾ ഇരിക്കവേ അവർക്ക് ഓൾഡ് ഏജ് ഹോമിൽ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, അമ്മയുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബ്രാഹ്മിൻസിൻ്റെ ശ്രാദ്ധത്തിൻ്റെ രീതി ഞാൻ പറഞ്ഞു തരാം. ബാക്കിയുള്ളത് എങ്ങനെ എനിക്കറിയില്ല. ഇവർ ഗയാ ശ്രാദ്ധം എന്ന് പറഞ്ഞിട്ട് കാശിയിൽ പോയിട്ട് അവിടെ നിന്ന് ഗയായിൽ പോയി ശ്രാദ്ധം ചെയ്യുമ്പോൾ ആ പുരോഹിതൻ പറയാനുണ്ട്, അമ്മയ്ക്ക് 16 പിണ്ടം വെക്കണമെന്ന് പറയും, ചോറിൻ്റെ ഉണ്ടയ്ക്ക് വെക്കണമെന്ന് പറയും. അച്ഛന് ഒന്ന് മാത്രം വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് പുരോഹിതൻ. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അതെ, അമ്മയ്ക്ക് 16-ൽ ആദ്യത്തെ 10 എണ്ണം എന്നുള്ളത് 10 മാസം വയറ്റിൽ കിടന്ന് അമ്മയ്ക്ക് നമ്മൾ ചെയ്ത ഉപദ്രവത്തിൻ്റെ മാപ്പാണത്. ഒരു ക്ഷമാപണം ചോദിച്ചിട്ടാണ് ആ അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് ആ പിണ്ടം വെച്ച് കൊടുത്തത്. അതിന് ഓരോ മാസത്തിനും ചൊല്ലുമ്പോൾ ഓരോ മന്ത്രമുണ്ട്. ആ ചൊല്ലിയെടുത്ത് നമുക്ക് മാപ്പ് ചോദിച്ചും കൊണ്ടാണ് ആ പിണ്ടം എടുത്ത് വെക്കണം അമ്മയ്ക്ക്. അപ്പോൾ ആദ്യത്തെ 10 മാസം ആ 10 എണ്ണത്തിൽ വെച്ച് തീരുന്നു. ഇത് ആ പുരോഹിതൻ അതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞു തരും. പ്രൊവൈഡഡ് വി ഡു ദാറ്റ്, അത് കേട്ട് മനസ്സിലാക്കണം. പിന്നെ അടുത്ത 6 എണ്ണം വരുന്നത് വെളിയിൽ വന്നതിന് ശേഷം ആ കൊച്ച് 6 മാസം അമ്മയുടെ മടിയിലാണ് വളർന്നത്. അല്ലേ? അമ്മയുടെ മടിയിൽ വളരുമ്പോൾ അത് എന്ത് ചെയ്യണം? അമ്മയുടെ മടിയിൽ ഛർദ്ദിക്കും. മലം മൂത്രധികം അമ്മയുടെ മടിയിൽ വരുമ്പോൾ അതത്രയും അമ്മയെ സമീപിക്കുന്നു. നമ്മൾ അടിക്കുന്നില്ല, കൊച്ചല്ലേ ഇത് പറഞ്ഞിട്ടോ കൊടുക്കാൻ. അത് എത്രയും എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് വാഷ് ചെയ്ത് തിരിച്ച് വരുമ്പോൾ അത് എത്ര മാത്രം നമ്മൾ അമ്മയ്ക്ക് ആ ശ്രമം കൊടുക്കുന്നുണ്ട്. അല്ലേ? അപ്പോൾ ആ 6 മാസത്തിനും ചേർന്ന് 6 എണ്ണം എടുത്ത് ഓരോ മാസത്തിനും ഓരോന്ന് വെച്ചാൽ 6 എണ്ണം വയ്ക്കുമ്പോൾ 16 പെണ്ണം അമ്മയ്ക്ക് വെക്കണം. വെച്ചാലേ ആ ആത്മാവിടെ ശാന്തി അടയുന്നുള്ളൂ. അമ്മയ്ക്ക് നമ്മൾ ചെയ്യാനുള്ള ഒരേ ഒരു കർമ്മം ഇതാണ്. നേരെ മറിച്ച് അച്ഛനാണെങ്കിൽ അച്ഛൻ ഒരു ദിവസം ഒരു ക്ഷണ നേരത്തിന് നമ്മുടെ ജന്മത്തിന് റീസൺ ആകുന്നുണ്ട്. അതിനുശേഷം അച്ഛനും അമ്മയ്ക്കും കോണ്ടാക്ട് ഇല്ലെങ്കിലും അമ്മ ഗർഭം ധരിക്കുന്നുണ്ട്, നമ്മളെ പ്രസവിക്കുന്നുണ്ട്. സോ ഫാദർ ഇറ്റ്സ് എ മീൻസ് ഫോർ അവർ ബർത്ത്. പക്ഷെ അമ്മ എങ്ങനെയല്ല, നമ്മൾ വളർത്തി ആളാക്കി കൊണ്ടുവന്ന് അവസാനം നോക്കിയിട്ട് അമ്മയാകുമ്പോൾ അച്ഛനമ്മയ്ക്കും നമ്മൾ ചെയ്യാനുള്ള ധർമ്മം എന്താണ്? നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യണം? ഇപ്പോൾ എന്ത് ചെയ്യും? വീട്ടിൽ 4 മക്കളാണെങ്കിൽ നീ 1 മാസം വെച്ചു, നീ 1 മാസം. അച്ഛനമ്മയും ഷെയർ ചെയ്യുന്നുണ്ട്. പാർട്ടിഷൻ, ഡിവൈഡിങ്. എന്തിന്? 4 പേരും മക്കളാണ്. ഒരാളെങ്കിലും മനസ്സോടുകൂടെ സന്തോഷത്തോടു കൂടെ ഈ അച്ഛനമ്മയ്ക്കും വയസ്സുകാലത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ആ ആത്മാ ശരീരം വിട്ട് പോകുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കും. നമ്മളെ അടുത്ത 7 തലമുറയ്ക്കും അവർ അനുഗ്രഹിക്കും. അവർ അനുഗ്രഹമാണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും അനിയൻ്റെ വീട്ടിൽ 2 മാസം, അനിയത്തിയുടെ വീട്ടിൽ 2 മാസം, അവർ പോയതിന് അവരുടെ സ്വത്തും സമ്പത്തെല്ലാം വീതിച്ചെടുക്കും. എത്ര കാലം ഇതൊക്കെ ഇരിക്കും? അവർ പോകുമ്പോൾ കൊണ്ടുപോയോ? കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നു. നിങ്ങളുടെ സ്വത്തും സമ്പത്തും നിങ്ങളുടെ മക്കൾക്ക് ഒരു ലോട്ടറി ടിക്കറ്റാണ്.
അവരുടെ പരിശ്രമം ഇല്ലാതെ അവർ കിട്ടുന്ന ഒരു നേട്ടം, ഒരു ബെനിഫിറ്റാണത്. അതിൻ്റെ വിലയെ അതിൻ്റെ അകത്ത് കാണും. അതേസമയം നിങ്ങളുടെ അച്ഛനമ്മയും അത് കൊച്ചിന് കൊടുക്കാനുള്ള അറിവ്, അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു അറിവ്, പാർട്ടിങ് ഓഫ് ദ നോളജ്, ഷെയറിങ് ഓഫ് ദ നോളജ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ കൊടുക്കാനുള്ള സമ്പത്ത്. ഇത് കൊടുക്കുമ്പോൾ അത് നല്ല പ്രോഡക്റ്റായിട്ട് വെളിയിൽ വളർന്നു വരും. എങ്ങനെ ഒരു ചക്കയുടെയോ ഒരു മാവിൻ്റെയോ ഒരു ചെറിയ ഒരു കുരു മണ്ണിൻ്റെ അടിയിൽ ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലും ഈ പഞ്ചഭൂതം തന്മയൊക്കെ അകത്തുള്ളത് കൊണ്ട് അതിനകത്ത് വേരുവിട്ട് വളർന്നിട്ട് പിന്നീട് ഭൂമിയുടെ മുകളിലേക്ക് വളർന്നുണ്ട് തന്നല്ലോ. മുകളിലേക്ക് വന്നതിന് ശേഷം അതിൻ്റെ വളരാനുള്ളതെല്ലാം വെളിയിലുള്ള പ്രകൃതി അതൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. മണ്ണിന് അടിയിൽ ഇരിക്കുമ്പോൾ അത് വളർന്ന രീതി വേറെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഭൂമിക്കാണ്. അതിനകത്ത് ജലമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്, ആകാശമുണ്ട്, ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ പഞ്ചഭൂതങ്ങളെല്ലാം മണ്ണും മണ്ണിൻ്റെ കൂടുതൽ ഇരിക്കുമ്പോൾ ആ വിത്തായതുള്ളത്, വിത്തല്ലേ പറയും, വിത്തായത് അത് വളർന്ന് മേളിലേക്ക് കൊണ്ടുവരുമ്പോൾ ബാക്കി പ്രകൃതി നോക്കി അതിനെ വളർത്തി. എങ്ങനെ? സൺലൈറ്റ് കൊടുക്കുന്നുണ്ട്, വെളിയിൽ നിന്നും വായു കൊടുക്കുന്നുണ്ട്, വെളിയിൽ നിന്നും ഉഷ്ണം കൊടുക്കുന്നുണ്ട്, വെളിയിൽ നിന്നും കാറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെളിയിലേക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു കൊച്ചു അമ്മയുടെ വയറ്റിൽ നിന്ന് വളർന്നതും അമ്മയുടെ പുറത്തേക്ക് വന്ന് വളരുന്ന തമ്മിലും ഈ ഒരു വിത്തായത് ഭൂമിയുടെ ഇടയിൽ നിന്ന് വളർന്നും പുറത്തേക്ക് വരുമ്പോൾ ഇത് നോക്കും. ബോത്ത് ആർ വൺ ആൻഡ് ദ സെയിം. പക്ഷെ അവിടെ ഇതൊക്കെ മാതൃഭാവമില്ല. മരം ചെടി കൊടികൾക്ക് മാതൃഭാവമില്ല, പിതൃഭാവമില്ല. പക്ഷേ ഇവിടെ മനുഷ്യർക്ക് മാതൃഭാവമുണ്ട്, പിതൃഭാവമുണ്ട്. കാരണം നമുക്ക് കാരണമായവർക്ക് ഒരു ഗതി കൊടുത്ത് അയക്കണോ വേണ്ടയോ അല്ലേ? അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ അടുത്ത 7 ജന്മവും നിങ്ങൾക്ക് നരക ജന്മമായിരിക്കും. ആരായാലും ശരി. ഞാൻ ഒരു വാണിംഗ് അല്ല പറയുന്നത്, ഇത് സത്യവതി, എന്നെ ക്ഷമിക്കണം കേട്ടോ. ആരായാലും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് പറയാൻ ഭയങ്കര പേടിയുണ്ട്, ഇതൊക്കെ പറയാൻ പാടില്ല വിചാരിച്ചു. എന്നെയും അറിയാതെ വന്ന വാക്കുകളാണ് ഇത്. നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്കറിയാം. പക്ഷേ എന്നാലും ആരെയും എന്നെ ശപിക്കാനോ എന്നെ വഴക്ക് പറയാനും ചെയ്യരുത്. ഐ ഡോണ്ട് നീഡ് എനി കമൻസ് ഓൾസോ, പ്ലീസ് എക്സ്ക്യൂസ് മീ. പിന്നെ ഈ അച്ഛനമ്മയും ഒരു ഗതി കൊടുക്കണം. എങ്ങനെ ഗതി കൊടുക്കും? ഈ ഗംഗ ഭൂമിക്ക് ഭാഗീരഥൻ എന്തിനു വേണ്ടി കൊണ്ടുവന്നു? നമ്മുടെ പുരാണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാഗീരഥ പ്രയത്നം എന്ന് പറയും. കാരണം ഭാഗീരഥ പ്രയത്നം ഉള്ളത് അത്രമാത്രം കടും തപസ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി? നമുക്ക് വെള്ളം തരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനത്തെ കാര്യം. ഭൂമി എന്ന് വെച്ചാൽ ഭാഗീരഥൻ്റെ ആൻസസ്റ്റ് പൂർവികന്മാർക്ക് ഗതി കിട്ടാത്ത നിറയെ പേരുണ്ടായിരുന്നു. അവർക്ക് ഗതി കൊടുക്കണം. അപ്പോൾ അവർക്ക് പിതൃകർമ്മ ചെയ്യണം. അതിന് പുണ്യനദി ഒന്ന് ഉണ്ടെങ്കിൽ അവർ ഗതി കിട്ടും. പുണ്യനദി ഉണ്ടെങ്കിൽ അപ്പോൾ പുണ്യനദിയിൽ ഗംഗയെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ പിന്നെ ഗംഗയ്ക്ക് മാത്രമേ ഇവർക്ക് ഉദ്ധാരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഗംഗയുടെ പുറത്ത് തപസ് ചെയ്തിട്ട് നീ ഗംഗയെ ഭൂമിക്ക് കൊണ്ടുപോവാം. കാരണം രാമരുടെ ആൻസസ്റ്റേഴ്സാണ് ഭഗീരഥൻ, അവരുടെ ഫാമിലി എല്ലാവരും മുത്തച്ഛൻ. ആ രീതിയിൽ രാമരുടെ സൂര്യവംശമായിട്ട് വരുന്നതാണ് ഭഗീരഥൻ ഫാമിലി. അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യും? ഗംഗക്കരയിൽ വനവാസം പോകാൻ നേരത്ത് ഗംഗയുടെ അടുത്തിരിക്കുമ്പോഴാണ് വിശ്വാമിത്രർ പറഞ്ഞു കൊടുക്കുന്നത്, ഭഗീരഥൻ്റെ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നത് രാമർക്ക്. അങ്ങനെയാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഭാഗീരഥൻ പ്രയത്നം ചെയ്ത് ഗംഗാദേവി ഭൂമിക്ക് കൊണ്ടുവന്നിട്ട് ആ ഗംഗാജലത്തിലാണ് ഇവർ പൂർവികന്മാർക്ക് അവർ പിണ്ടപ്രധാനമോ ശ്രാദ്ധമൊക്കെ ചെയ്ത് അവർക്ക് ഗതി വരുത്തി പോകുന്നത് ഭാഗീരഥൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഓരോ ഇതാക്കി അവിടെ പോകുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെ വേറെ ഒരു ഉപകഥ ഒന്നുകൂടെ പറയാം. നൈമിസാരണ്യത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ പോകണം. അവിടെ നൈമിസാരണ്യത്തിൽ ദദീചി കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ദദീചി മഹർഷി വലിയ തപസ്വിയായിരുന്നു. അപ്പം തപസ്വെന്ന് വെച്ചാൽ അത് തപസ് ചെയ്ത് അങ്ങയുടെ ഈ ബോൺ അത്രയും വജ്രമായിട്ട് മാറിക്കളഞ്ഞു. കംപ്ലീറ്റ് വജ്രമായിട്ട് മാറിക്കളഞ്ഞു.
അതേ സമയത്തിൽ ഇന്ദ്രനും അസുരന്മാരുള്ള അവർ യുദ്ധം ഒരു സൈഡ് ദേവാസുര നടക്കുന്നുണ്ട്. പിന്നെ പണ്ടേ ഈ നാരദർക്ക് പണി അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നാരദർ ദേവേന്ദ്രനുണ്ട്. ദേവേന്ദ്രൻ ആകെ അപ്സെറ്റായി പോകും. ഇത് ജയിക്കാൻ വേറെ ഒരു നിവൃത്തിയില്ലാതെ പറയും ഒറ്റ വഴിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞായിട്ട് പറയരുത്. കീഴെ ഭൂമിയിൽ നൈമിസാരണ്യത്തിൽ ദധീജി മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിനത് പറയണം, അദ്ദേഹത്തിൻ്റെ വജ്ര ബോൺ ഉണ്ടല്ലോ, ഇത് എനിക്ക് വജ്രമായിട്ട് മാറ്റി എനിക്ക് അസുരമായി യുദ്ധം ചെയ്താൽ ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്ര പദവിയും എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇദ്ദേഹം എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി, സഹായിച്ചു തരും എന്ന് പറയും. ദേവേന്ദ്രനാണെങ്കിൽ ഭയങ്കര പേടിക്കും. അതിൻ്റെ അർത്ഥം എന്തേ, നിങ്ങൾ മരിക്കണമെന്നല്ലേ പറയണത്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ദേവേന്ദ്രൻ വേറെ ദേവേന്ദ്രൻ ആളും കള്ളനാണ്. അപ്പോൾ ദേവേന്ദ്രൻ വന്നിട്ട് ഇദ്ദേഹം ദധീജി മഹർഷിയുടെ ഒരു ഇതിൽ വന്ന് ചോദിക്കും, ഇങ്ങനെയാണ് കണ്ടപ്പോഴേ ദധീജി മഹർഷി മനസ്സിലായി, എന്ത് ദേവേന്ദ്ര വല്ലതും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയാൻ. എനിക്കൊരു കാര്യം ചോദിക്കണം. നാരദർ പറഞ്ഞയച്ചു അല്ലേ, അദ്ദേഹത്തിന് അറിയാത്ത ഒന്നുമില്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ആ ബോൺ മുഴുവനും അങ്ങനെ തന്നെ എനിക്ക് വേണം, വജ്രമായിട്ട് എനിക്ക് തരണം. അത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് നോന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ദധീജി മഹർഷിയോട് അഭ്യർത്ഥിക്കും. അപ്പോൾ ദധീജി അങ്ങനെ ന്യായമായ ഒരു ചോദ്യമാണ് അദ്ദേഹം മനസ്സിലായി. ഒരു കാര്യം എനിക്ക് 2 കാര്യം നീ ചെയ്തു തരണം. എന്തെന്ന് പറയും, എൻ്റെ പൂർവികന്മാർക്ക് എനിക്ക് കുറേ പിതൃകർമ്മം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു 9 പുണ്യനദിയുമായിട്ട് ഞാൻ യാത്ര ചെയ്ത് അതൊക്കെ അവർക്ക് ചെയ്യാനുള്ള ഓരോ നദിയിലും പോയിട്ട് അവർക്ക് പിണ്ടപ്രധാനം ഇതൊക്കെ ഞാൻ ചെയ്ത് തീർന്നിട്ട് വന്നിട്ട് നിനക്ക് എൻ്റെ ശരീരം തരാം. ഇത് പ്രോമിസ്. രണ്ടാമത്തേത്, എൻ്റെ ഭാര്യ എടുത്ത് ഞാൻ ഇത് പറയണം, ഞാൻ ശരീരം വിടാമെന്നൊക്കെ അറിയണം. അവരുടെ സമ്മതമില്ലാതെ എനിക്ക് ഇത് വിടാം, അതിനുള്ള അവസരം നീ എനിക്ക് തരണം. ഇത് 2 മാത്രമേ എനിക്കുള്ളൂ. ശരി, ഇദ്ദേഹം ഒരു കാര്യം, നിങ്ങൾ പുണ്യനദി അന്വേഷിച്ച് പോകണ്ട, ഈ നദിയുടെ ലിസ്റ്റ് മാത്രം തന്നാൽ മതി, ബാക്കി ഞാൻ ഇവിടെ തന്നെ അവരെല്ലാവരും വരാൻ പറയാമെന്ന് പറയും. അപ്പോൾ ഞാൻ വെറുതെ കാഷ്വലായിട്ട് പറയണം, ദധീജി മഹർഷി ഒരു ലിസ്റ്റ് എടുത്തു കൊടുക്കും. ഗംഗ, യമുന, സരസ്വതി ലിസ്റ്റൊക്കെ ഇത്രയും പേരുണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അമ്പ് കൊണ്ട് അത് ചുറ്റി എഴുതി ഒരു കിണർ പോലെ ഒരു വളയം വരയ്ക്കും. വരച്ചിട്ട് ഒരു 9 നദികളെയും അതിൻ്റെ ഭാഗത്തേക്ക് വരാൻ പറയുമ്പോൾ 9 ഊറ്റുകൾ ഭൂമിയുടെ അടിയിൽ നിന്നും അവർ ഊറ്റ് വെള്ളമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു കൊടുക്കും, ഇത് ഗംഗയാണ്, ഇത് യമുനയാണ്, ഇത് സരസ്വതി എന്ന് ഓരോ നദിയും പേര് പറഞ്ഞു കൊടുത്തിട്ട് 9 നദി പേര് പറയും. ഇനി അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് ശ്രാദ്ധ കർമ്മ ചെയ്തിട്ട് അവർക്ക് ഉദ്ധാരണം ചെയ്യാം. അവർ പോകുന്നത് എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ദധീജി മഹർഷി പിതൃകർമ്മ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛനെയും അമ്മയും ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് നമ്മളത് തിരിഞ്ഞു നോക്കുന്നില്ല. ഓരോ കർമ്മം ചെയ്തിട്ട് അന്യമാനം ചേട്ടിട്ടും ഷെയർ ചോദിക്കുന്നുണ്ട്. അവർ പൈസ തന്നാലുണ്ട്, തന്നില്ലെങ്കിലുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ള പൈസ കൊണ്ട് ലഘുവായിട്ട് ആ പിതൃകർമ്മം ചെയ്ത് അവർ ഗതി ഉണ്ടാക്കിക്കൂടെ? ഒന്ന് ആലോചിച്ച് നോക്കണം. ട്രൈ ടു ഡു ദാറ്റ്. ഡോണ്ട് ഗോ ഫോർ എനി ഷെയർ. ആരോടും ഷെയർ മേടിക്കാൻ ഒന്നും ചെയ്ത്, തരുന്നവർക്ക് തരട്ടെ, ഇല്ലാത്തവർ തരണ്ട, ഇരിക്കുന്നവർക്ക് തരട്ടെ. അത് വിട്ടിട്ട് ദയവ് ചെയ്ത് അച്ഛനമ്മയും അനാഥ ആശ്രമത്തിൽ കൊണ്ടുവിടാനോ ആർക്കെങ്കിലും ശരി, നിങ്ങളെ അവരായിട്ട് വിളിച്ചുകൊണ്ട് പോയാൽ സന്തോഷം. 3 മാസം ഞാൻ കൊണ്ടുപോയിട്ട് 3 മാസം കഴിഞ്ഞ് കൊണ്ടുവിടാൻ സന്തോഷമായിട്ടായി. കാരണം ഒരമ്മയ്ക്ക് 4 മക്കളുടെ കൂടെ ഇരിക്കുന്ന ആഗ്രഹം കാണും, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മളായിട്ട് കൊണ്ടുവിടുന്നതിനേക്കാൾ അവരായിട്ട് സന്തോഷമായിട്ട് മറ്റവർ വിളിച്ചുകൊണ്ട് പോയി കൂടെ പോയിരിക്കണം, നല്ലതല്ലേ? അത് ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടിരിക്കണം? ഒന്ന് ആലോചിക്കണം. തെറ്റാണെങ്കിൽ മാപ്പാണ്, ശരിയാണെങ്കിൽ ഇന്ന് തൊട്ട് ജസ്റ്റ് ട്രൈ ടു ഡു ടേക്ക് കെയർ ഓഫ് യുവർ പാരൻറ്റ്. ഇത് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയെടുത്തു. അവിടെ സ്വാർത്ഥതയില്ലാത്ത വളർത്തിയും സ്വാർത്ഥതയും ഉണ്ട്, അവിടെ ഇല്ലെന്ന് പറയുന്നില്ല. എങ്ങനെ സ്വാർത്ഥത? അവരുടെ വയസ്സുകാലത്തിൽ നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മളത് എക്സ്പെക്റ്റേഷന് വില കൊടുക്കുന്നില്ല. നമ്മളാദ്യം നമ്മളെ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചാലും
1000 രൂപയെ കൊടുക്കും. കൊടുത്ത് പിന്നെ പറയും ഞാൻ മാത്രം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അനിയനും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മാറുന്നുണ്ട്. അനിയൻ പറയും ഞാൻ മാത്രം കൊടുക്കേണ്ട കാര്യമില്ല, അനിയത്തിക്ക് എന്ത്, അവളെയും ഇതേ അമ്മയിലെ പ്രസവിച്ചു, അവർക്കെങ്കിലും കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കും. സോ ദേ ആർ ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ. ഇരിക്കണം അച്ഛനും അമ്മയും. ഇത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് എത്ര മാത്രം വേദനിക്കും. അവർ എന്ത് നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? അവരുടെ സംരക്ഷണം. വയസ്സ കാലത്തിൽ ഒരു പിടി ചോറ് ചോദിക്കുന്നു, ഒരു പിടി അന്ന് നിങ്ങൾ കൊടുത്താൽ മതിയല്ലോ. ടി വി ചോദിക്കുന്നുണ്ടോ? സിനിമയ്ക്ക് പോകണമെന്ന് പറയുന്നുണ്ടോ? ഹോട്ടലിൽ പോകണമെന്ന് പറയുന്നുണ്ടോ? വെളിയിൽ കാറിൽ പോകണമെന്ന് പറയുന്നുണ്ടോ? ഒരു എന്ത് ചോദിക്കുന്നുണ്ട്? എന്ത് ചോദിച്ചാലും നിങ്ങളുടെ ശക്തിക്ക് അനുസരിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇവരെ വിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ലോകം മേടിക്കണം? ഒരു കാര്യം, നിങ്ങൾക്ക് വന്ന ഭാര്യയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവളും ആ സ്ത്രീയും വേറെ അച്ഛനും അമ്മയും മകളാണ്. അവൾക്കും ചേട്ടൻ അനിയനും ഉണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മയ്ക്ക് ഇതേ ഗതി വരും. അത് ഓർക്കണം. അത് ഓർത്തിട്ട് ദയവ് ചെയ്ത് അവരെ നടു റോഡിൽ കൊണ്ട് ഇറക്കി വിടരുത്. എനിക്ക് അറിയാം 1-2 ആൾക്കാർ ഏതെങ്കിലും കൊണ്ട് വിട്ടിട്ട് പുകളയും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഞാൻ ഒരു വയസ്സായ ഒരു അമ്മയെ കണ്ടു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ അമ്മയെ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഇത്തിരി ഒച്ച വെച്ച് സംസാരിക്കാൻ രാമ എന്തെങ്കിലും വിളിച്ച് രമണ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ അമ്മ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ഇരിക്കണം, എന്ത് ഇവിടെ ഇരിക്കണമെന്ന്. അപ്പോൾ പറയും ഞാൻ ക്ഷേത്രാടനം വന്നിട്ട് ഇവിടെ ഇരിക്കണമെന്ന് പറയും. 1 മാസം ഇവിടെ ഇരിക്കും പോകുന്നൊക്കെ പറയും. അപ്പോൾ മക്കളൊന്നും ഇല്ലേ? ആക്ച്വലി ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അന്നത്തെ എൻ്റെ ഹ്യൂമൻ മൈൻഡിനെ അങ്ങനെ ചോദിച്ചു. 3 ആൺമക്കളും 1 പെൺമക്കളും ആ അമ്മയ്ക്കുണ്ട്. അതിൽ 3 പേരിൽ 2 പേർ IMF-ൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. 3-ാമത്തെ മകൻ വേൾഡ് ബാങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ഇരിക്കുന്നതാണ്. 4-ാമത്തെ മകൾ വെസ്റ്റ് ജർമ്മനിയിൽ നല്ലൊരു സ്ഥാപനത്തിൽ ഇരിക്കണം. അപ്പോൾ അവർ ഒന്നും സഹായിക്കില്ല, അവിടെ പോകാത്തതെന്ന് ചോദിച്ചു. ഈ അമ്മ പറഞ്ഞു ആദ്യമായിട്ട് എൻ്റെ മൂത്ത മകൻ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ജീവിത ശൈലി ഈ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒച്ച വെച്ച് മന്ത്രം ചൊല്ലും, ഒച്ച വെച്ച് പാട്ട് പാടും. ഈ അമേരിക്കയിൽ ഇതൊക്കെ നടക്കുമോ? അവരൊക്കെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസിന് പോലീസ് റിപ്പോർട്ട് ചെയ്ത് കംപ്ലയിൻ്റൊക്കെ പറഞ്ഞ് ആകെപ്പാടെ ബഹളമായി. അപ്പോൾ അമ്മ പറയും എന്നെ ഇന്ത്യയിൽ കൊണ്ടുവിട്ടാൽ മതി. കാരണം ഇന്ത്യൻ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ നമുക്ക് എന്തുമാവാം, ചോദിക്കാൻ ആളില്ല. ആരെ വേണമെങ്കിലും പറയാം. കാരണം അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പരിവർത്തനം ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ സനാതന ധർമ്മം അത് വേറെയാണ്. അതിനെ ആരും ചിന്തിക്കുന്നില്ല. പിന്നെ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോൾ അമ്മ പറയുന്നത് എനിക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ എൻ്റെ ഇന്ത്യ മതി, അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ട് വിട്ടാൽ മതി, ഞാൻ അവിടെ ചെന്ന് ജീവിച്ചോളാം. അപ്പോൾ ആ മാസം തൊട്ട് എന്ത് ചെയ്തു, എല്ലാ കൊല്ലവും 25 ദിവസം ലീവ് എടുത്ത് ആദ്യം 25 ലീവ് എടുത്ത് മൂത്ത മകൻ അമ്മയുടെ കൂടെ വന്നിരിക്കും. ഈ മൂത്ത മകൻ പോയിട്ട് മൂത്ത മകൻ്റെ ഭാര്യ 25 ലീവ് എടുത്ത് ഈ അമ്മയുടെ കൂടെ നിൽക്കും. അടുത്ത 25 ദിവസം അടുത്ത മാസം 25 2-ാമത്തെ മകൻ വരും. അതിനടുത്ത് 2-ാമത്തെ മകൻ്റെ ഭാര്യ വന്നിരിക്കും. ഇങ്ങനെ ഇവരെല്ലാവരും കൂട്ടമായിട്ട് ഈ അമ്മയെ നോക്കി മാസം ഓരോരുത്തരും 10,000 രൂപ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അവരുടെ പിക്നിക്ക് ക്ഷേത്രാടനം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ലവണ്ണം നോക്കി. മരണപ്പെടാൻ നേരത്ത് ഏതോ ഒരു അവസര കാലത്ത് എല്ലാവരും ഇവിടെ വീട്ടിൽ വരാനും അമ്മയുടെ കാലം പോകാനും ഒത്തൊരുച്ചിരിക്കാനുള്ള അവസരം കിട്ടി. സീ ദ മൈൻഡ് ഓഫ് ദ മദർ. വീണ്ടും പറയുന്നു, അമ്മയാണ്, അച്ഛനും. ചിലപ്പോൾ അവരുടെ പ്രായമായ കാലത്തിൽ ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങൾ കാണില്ലെന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. നിങ്ങളുടെ പെറ്റ 2 ശരീരമില്ലേ, നോക്കിക്കൂടെ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂടെ? പ്ലീസ്, എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റാണ്, അവരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോകരുത്. എന്തെങ്കിലും എത്രയോട് ഷെയർ ചെയ്യാതെ ചെയ്യാൻ പറ്റുകയും ചെയ്യാം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട മരണാന്തര അടിയന്തരങ്ങളും ഒരു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ സമാധാനമായിട്ട് ചെയ്ത് തീർക്കണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇവിടെ